അപ്പോൾ ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ട്രേഡ് തിയറി കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ കൊഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ കൊഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് എന്താണെന്ന് പഠിച്ചിട്ട് കേർട്ട് ലിവിന്റെ ഫീൽഡ് തിയറി ഒക്കെ എന്താണെന്ന് നോക്കി. ഇന്ന് നമ്മൾ കൊഗ്നിറ്റീവ് ആൻഡ് സോഷ്യോ കൊഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് തീർക്കും. അതിൽ നമുക്ക് 3 തിയറിസ്റ്റുകളെയാണ് ഇന്ന് മെയിൻ ആയിട്ട് കവർ ചെയ്യാനുള്ളത്. ജോർജ് കെല്ലി എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, പിന്നെ ജൂലിയൻ റോട്ടർ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, പിന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഈ ഒരു ഫീൽഡിൽ ഏറ്റവും ഡോമിനന്റ് ആയിട്ടുണ്ടായിരുന്ന ആൽബർട്ട് ബാൻഡുറ എന്ന് പറയുന്ന മറ്റൊരു സൈക്കോളജിസ്റ്റ്. അപ്പോൾ ഇവരുടെ 3 പേരുടെ തിയറിയിൽ ആൽബർട്ട് ബാൻഡുറയുടെ തിയറി മാത്രമാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് ടേംസ് പഠിക്കാനുള്ളതും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളതൊക്കെ. ഈ കെല്ലിയുടെ തിയറിയും റോട്ടറിന്റെ തിയറിയും നിങ്ങൾക്ക് കുറെ ഇങ്ങനെ പഠിക്കാനൊന്നുമില്ല. ട്രീറ്റിന്റെ പേര് അങ്ങനെ അങ്ങനെ ഒന്നും പഠിക്കാനൊന്നുമില്ല. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ ആ പേഴ്സണാലിറ്റി തിയറി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ജോർജ് കെല്ലിയുടെ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പേഴ്സണൽ കൺസ്ട്രക്ട് തിയറി എന്താണെന്ന് നമുക്ക് നോക്കാം. ജോർജ് കെല്ലി ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി വിളിക്കുന്ന പേര് പേഴ്സണൽ കൺസ്ട്രക്ട് തിയറിയാണ്. അത് അങ്ങനെ വിളിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഓരോ വ്യക്തിയുടെയും പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവര് തന്നെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ഒരു കഥയാണ്. ഓക്കെ, നിങ്ങളുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു കഥയായിട്ട് മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. റോഡിലൂടെ നിങ്ങൾ നടന്നു പോവാണ്, രണ്ടുപേരെ അടി കൂടുന്നു. അപ്പൊ നിങ്ങൾ കുറച്ചു നേരം അത് നോക്കി നിന്നു. അതിങ്ങനെ നോക്കി നിൽക്കുമ്പോ തന്നെ അവരെന്തിനാണ് അടി കൂടുന്നത് എന്നുള്ള ഒരു കഥ നിങ്ങളുടെ മനസ്സിലുണ്ടാവില്ലേ? ഓക്കെ, അതേപോലെ അപ്പൊ അവരുടെ രണ്ടുപേരുടെയും ഒരു പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് ആ ചെറിയൊരു നിരീക്ഷണത്തിൽ മനസ്സിലാകും. അതേപോലെ നിങ്ങൾ ഇത്രയും കാലം ജീവിക്കുമ്പോൾ നിങ്ങളെ തന്നെ നിരീക്ഷിച്ചിട്ട് നിങ്ങളെ കുറിച്ചിട്ട് ഒരു കഥ പറഞ്ഞ് മനസ്സിലുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ കോൺഫിഡന്റ് ആണ്, എനിക്ക് സ്റ്റേജിൽ കയറി പാടാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കാൻ കഴിവില്ല. ഇത്തരത്തിൽ ഓരോ വ്യക്തികളും ഉണ്ടാക്കുന്ന കഥകളാണ് കെല്ലിയെ സംബന്ധിച്ചിടത്തോളം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പേഴ്സണൽ കൺസ്ട്രക്ട് എന്നുള്ള ഒരു വാക്ക് അവിടെ വന്നത്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു. ഓരോ വ്യക്തിയും അവരുടെ പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. ഇത് നിങ്ങൾ ജീൻ പിയാജയുടെ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്കീമ എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിട്ട് വളരെയധികം സിമിലാരിറ്റി ഉള്ള കൺസെപ്റ്റ് ആണ് ഈ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് അക്കോർഡിംഗ് ടു കെല്ലി, അവർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇവന്റ്സ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ ദി ഇവന്റ്സ് ദംസെൽഫ്. ഇത് സാധാരണ ആൾക്കാരൊക്കെ പറയുന്ന ഒരു സംഭവം. എന്തെങ്കിലും പറഞ്ഞാരെങ്കിലും? ഓക്കെ, എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്, അത് നമ്മൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്നു, അതിന് നമ്മൾ എന്ത് കാഴ്ചപ്പാട് കൊടുക്കുന്നു, അതെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടന്റ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇവന്റ്സ് ആണ് ഇമ്പോർട്ടന്റ്. അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഇവിടെ ഈ ഗ്ലാസിന്റെ ചിത്രം കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണ ഒപ്റ്റിമിസം പെസിമിസം എന്നൊക്കെ വെച്ചിട്ട് ടോക്സ് വരുമ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ ഇവിടെ വെച്ചിരിക്കുന്നത് എന്താ ചിത്രം? ഒരു ഗ്ലാസ്, അതിൽ കുറച്ച് വെള്ളം, അങ്ങനെ ഒരു ചിത്രമാണ്. അപ്പൊ എന്താണ് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ആളുകളോട് ചോദിക്കുകയാണെങ്കിൽ അവരെന്ത് പറയും? ചില ആൾക്കാർ പറയും ഗ്ലാസ് ഈസ് ഹാഫ് എംറ്റി, ഗ്ലാസ്സിൽ പകുതി വെള്ളമേ അല്ലെങ്കിൽ പകുതി വെള്ളം ഇല്ല എന്ന് പറയും, ഹാഫ് എംറ്റി എന്ന് പറയും. ചില ആൾക്കാർ എന്ത് പറയും? ഗ്ലാസ് ഈസ് ഹാഫ് ഫുൾ എന്ന് പറയും, അതായത് പകുതി വെള്ളം ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഒരാൾ പോസിറ്റീവായിട്ട് കാണുന്നത് ഒരാൾ നെഗറ്റീവായിട്ട് കാണുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് സാധാരണ പറയാറുള്ള ഒരു ചിത്രമാണിത്, ഹാഫ് എംറ്റി ഹാഫ് ഫുൾ ഗ്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും നിങ്ങളും ഞാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചിത്രം ഒരൊറ്റ ചിത്രമാണ് അല്ലെ? സ്റ്റിമുലസ് എന്ന് പറയുന്ന ഒരൊറ്റ ചിത്രമാണ്, ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം. പക്ഷെ അത് രണ്ട് പേഴ്സ്പെക്റ്റീവിലാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ അതിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. ചിലർ പറയും ഗ്ലാസ്സിൽ പകുതിയേ വെള്ളമുള്ളൂ, ബാക്കി പകുതി ഇല്ല എന്ന് പറയും. ചില ആൾക്കാർ ഗ്ലാസ്സിൽ പകുതിയോളം വെള്ളം ഉണ്ട്, ആ രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലും പറയും. അപ്പൊ ഈ ഒരു രീതിയിലാണ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ആൾക്കാരുടെ ഇന്റർപ്രിട്ടേഷൻ, അത് മനസ്സിലാക്കിയെടുക്കുന്ന രീതി രണ്ട് വശത്തേക്കും പോകാം. പോസിറ്റീവായിട്ടും പോകാം, നെഗറ്റീവായിട്ടും പോകാം. ഏത് രീതിയിലാണോ അവർ ലോകത്തെ നോക്കിക്കാണുന്നത് അത് അവരുടെ പേഴ്സണാലിറ്റീനെ നല്ല രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു കെല്ലിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം, ഇപ്പൊ നമ്മള് എന്താ പറയാ, ഒട്ടും സയന്റിഫിക് അല്ലാത്ത സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയിൽ നിന്ന് പോയിട്ട് കുറച്ചൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ട്രേഡ് തിയറിസ്റ്റുകളുടെ കെറ്റലിന്റെയും അതേപോലെ ആൽപോർട്ടിന്റെ ഒക്കെ തിയറി നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയതാണ്. അപ്പൊ ഇത് വീണ്ടും ഒരു
ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഇവന്റ്സ് എന്നൊക്കെ പറഞ്ഞ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു തിയറിയിലേക്കുള്ള തിരിച്ചുപോക്കല്ലേ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. ഓക്കെ, ഇത് ആക്ച്വലി കെല്ലിയുടെ ഒരു സയന്റിഫിക് പേഴ്സണാലിറ്റി തിയറി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതല്ല. അത് ഈ തിയറി നേരെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇതിന്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടും കൂടി മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതാണ്. കെല്ലി എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, അപ്പോ പ്രത്യേകിച്ചും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഒരുപാട് സീരിയസ് ആയിട്ടുള്ള മാനസിക രോഗങ്ങളുള്ള വ്യക്തികളെയല്ല ചികിത്സിച്ചിരുന്നത്. ഈ നോർമൽ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് വരുന്ന സ്റ്റുഡൻസിനെ, അഡൾട്ട്സിനെയൊക്കെയാണ് ചികിത്സിച്ചിരുന്നത് ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ. അപ്പൊ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരേ സംഭവങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. ഒരു പെറ്റ് മരിച്ചുപോയി, ഒരു വളർത്തുനായോ പൂച്ചയോ മരിച്ചുപോയി, അതിന് രണ്ട് രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും സംഭവിച്ചു, അതിന് രണ്ട് രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഒരേ സംഭവമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്, പക്ഷെ ആൾക്കാർ അതിനെ നോക്കിക്കാണുന്ന രീതി അവരുടെ പേഴ്സണാലിറ്റിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്ന് കൗൺസിലിങ്ങിലൂടെ ജോർജ് കെല്ലിക്ക് മനസ്സിലായി. അപ്പൊ ഇത്തരത്തില് ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ്, അവർ ഒരു സംഭവത്തെ നോക്കിക്കാണുന്ന രീതി അവരുടെ ചിന്താഗതിയെ നല്ല രീതിയിൽ ബാധിക്കാം, അത് അവരുടെ ബിഹേവിയർ, പെരുമാറ്റത്തെയും നല്ല രീതിയിൽ ബാധിക്കാം എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറി ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ടാണ് ഇതൊരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള തിയറിയായി മാറിയതും അതിന് എന്താ പറയുക ഒരുപാട് സയന്റിഫിക് ട്രേറ്റ് തിയറി പോലെ അല്ലെങ്കിൽ ഫാക്ടർ അനാലിസിസോ അങ്ങനത്തെ സയന്റിഫിക് വശങ്ങളൊന്നും ഇല്ലാതിരുന്നതും. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടില് ഈ രോഗങ്ങളുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമുള്ള ആൾക്കാരുടെ പേഴ്സണൽ കൺസ്ട്രക്ട്, അവർ ലോകത്തെ നിരീക്ഷിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ മാനസിക സമ്മർദ്ദമൊക്കെ വരുന്നത് എന്നുള്ളൊരു അഭിപ്രായമുള്ള ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ തിയറിയുടെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് എന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. ഇനി അദ്ദേഹത്തിന്റെ ആദ്യത്തെ എന്താ പറയുക അഭിപ്രായം ഞാൻ ഇപ്പൊ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ പറയില്ലേ, മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് ചുറ്റുള്ളതെല്ലാം മഞ്ഞയായിട്ടേ തോന്നുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ വ്യക്തിയും ലോകത്തെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. ചില വ്യക്തികൾക്ക് ലോകം മുഴുവൻ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്താ പറയുക നിർഭാഗ്യകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഹെൽ പോലത്തെ ഒരു സംഭവമാണ് ലോകം എന്നുള്ളൊരു പെർസ്പെക്റ്റീവിൽ ജീവിക്കുന്ന വ്യക്തികൾ ഉണ്ടാകാം. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റേ പാട്ടിൽ പറയുന്ന പോലെ പൂക്കളും പുഴകളും ഭയങ്കര മനോഹരമായ സംഭവങ്ങളുള്ള ഒരു അടിപൊളി സംഭവമാണ് ലോകം അല്ലെങ്കിൽ ഭൂമി എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടാകാം. അങ്ങനെ ഓരോ ആൾക്കാരും ഓരോ സംഭവത്തെ കുറിച്ചിട്ട്, കല്യാണത്തെ കുറിച്ചിട്ടാകാം, കുടുംബജീവിതത്തെ കുറിച്ചിട്ടാകാം, വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ടാകാം, ജോലിയെ കുറിച്ചിട്ടാകാം, പല രീതിയിൽ ഡൈവേഴ്സ് ആയിട്ട് ആൾക്കാർ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് മനസ്സിൽ. ആ ഒരു കണ്ണിലൂടെയാണ് അവർ ലോകത്തെ കാണുന്നതും അതിലത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നതും. ഇതിനെയാണ് പേഴ്സണൽ കൺസ്ട്രക്ട് എന്നുള്ള വാക്കുകൊണ്ട് കെല്ലി ഉദ്ദേശിച്ചത്. അപ്പൊ ആളുകളുടെ പേഴ്സണാലിറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് അവർ ചിന്തിക്കുന്ന രീതി എന്താണെന്ന് മനസ്സിലാക്കണം, പേഴ്സണൽ കൺസ്ട്രക്ട് എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ളതായിരുന്നു കെല്ലിയുടെ ഒരു അഭിപ്രായം. അപ്പൊ കൗൺസിലിങ്ങിന് ഒരാൾ വരികയാണ് കെല്ലിയുടെ അടുത്തെങ്കിൽ ഈ കെല്ലി ഇങ്ങനത്തെ പേഴ്സണൽ കൺസ്ട്രക്ട്, ആ വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കും. അതിലൂടെയായിരിക്കും കെല്ലി അയാൾക്കൊരു സൊല്യൂഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അല്ലാതെ മറ്റേ ട്രേറ്റ് തിയറിയിൽ പറഞ്ഞതുപോലെ കുറച്ച് ക്വസ്റ്റ്യനെയർസ് കൊടുത്തിട്ട് അതിനെ ഫാക്ടർ അനാലിസിസ് ചെയ്തിട്ട് സയന്റിഫിക് ആയിട്ടുള്ളതല്ല. ഇതൊരു കൗൺസിലിംഗ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഞാൻ പറഞ്ഞു ജീൻ പിയാജയുടെ സ്കീമ തിയറി ആയിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട് ഈ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ സ്കീമ തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയും ഒരു കുട്ടി ലോകത്തെ നോക്കി കാണുന്നത് സ്കീമകളിലൂടെയാണ് എന്നാണ് ജീൻ പിയാജെ പറയുന്നത്. ഓക്കെ, അപ്പൊ പിയാജെ അങ്ങനെ പറയുന്ന സ്കീമ എന്ന് പറയുന്നതിന് പകരം കെല്ലി എന്ത് ഉപയോഗിക്കുന്നു, പേഴ്സണൽ കൺസ്ട്രക്ട് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളൂ. ബാക്കിയുള്ള ഒരു മീനിങ് ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. സ്കീമയും പേഴ്സണൽ കൺസ്ട്രക്റ്റും നമ്മൾ ഹെൻറി മുറയുടെ നീറ്റ് തിയറി റിപ്പീറ്റ് ചെയ്തിട്ട് വന്നു ആരുടെ ഹള്ളിന്റെ ഡ്രൈവ് റിഡക്ഷൻ തിയറിയിൽ വന്നില്ലേ, അതേപോലെ തന്നെ സിമിലാരിറ്റി ഉള്ള ഒരു തിയറിയാണ് സ്കീമ തിയറിയും പേഴ്സണൽ കൺസ്ട്രക്റ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തില് ഒരു കുട്ടി എന്തോ വികൃതി കാണിച്ചു. അതൊരു കഥ ഞാൻ പറയുകയാണെ. ഒരു കുട്ടി എന്തോ വികൃതി കാണിച്ചു. അപ്പൊ അച്ഛൻ ആ കുട്ടീനെ ബെൽറ്റ് എടുത്തിട്ട് തല്ലാൻ വരികയാണ്. ഓക്കെ, ഇതാണ് ഇവന്റ്. ഇത് നിങ്ങളുടെ മുന്നിൽ നടക്കുന്നതായിട്ട് സങ്കല്പിക്കാം. അപ്പൊ കെല്ലിയുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള പേഴ്സണൽ കൺസ്ട്രക്ട് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ചിത്രത്തെ മനസ്സിലാക്കിയെടുക്കുക അല്ലെ. അപ്പോ രണ്ട് രീതിയിലുള്ള കൺസ്ട്രക്റ്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒരാളുടെ അഭിപ്രായത്തില് ആ കുട്ടി എന്തോ വികൃതി കാണിച്ചു. അപ്പൊ ആ കുട്ടിക്ക് എന്തില്ല, ഡിസിപ്ലിൻ ഇല്ലാത്തൊരു കുട്ടിയാണ്.
അപ്പൊ ആ അച്ഛൻ അടിക്കുന്നത് കുട്ടിക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകും. അതായത് മാതാപിതാക്കൾ കുട്ടികളെ തല്ലുന്നത് കൊണ്ട് അവർക്ക് ദോഷമൊന്നുമില്ല, അവരുടെ ഭാവിയിൽ നല്ലതിന് വേണ്ടിയിട്ടാണ് കുട്ടികളെ തല്ലുന്നത് എന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരുണ്ടാകും. അതൊരു തരത്തിലൊരു പേഴ്സണൽ കൺസ്ട്രക്റ്റ് ആണ്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അച്ഛനെ നിരീക്ഷിക്കുമ്പോൾ അച്ഛന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡിസിപ്ലിൻ വരുത്താൻ ശ്രമിക്കുന്ന ഫാദർ എന്നുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ മകന്റെ ഭാവി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫാദർ എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഈ ഒരു പ്രവൃത്തി അത്തരത്തിലുള്ള കൺസ്ട്രക്ട് വെച്ച് നടക്കുന്ന ആൾക്കാർ ഡിഫൈൻ ചെയ്തേക്കാം. ഇനി സെക്കൻഡ് ഒരു കൺസ്ട്രക്ട് ഉള്ള ഒരു കൂട്ടാൾക്കാരെ നിങ്ങൾ വിചാരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെ ഉപദ്രവിക്കുന്നത്, ഫിസിക്കലി ഇങ്ങനെ വേദനിപ്പിക്കുന്നതൊക്കെ ഒരു ടോർച്ചർ എന്നുള്ള സ്വഭാവത്തിലുള്ളതാണ്, അത് കുറ്റകരമാണ് എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ അച്ഛൻ ഇതേ ഇൻസ്റ്റൻസ് തന്നെ കുട്ടീനെ വന്ന് അടിക്കുന്നത് കാണുമ്പോൾ അവര് അച്ഛന്റെ പേഴ്സണാലിറ്റി എങ്ങനെ വിലയിരുത്തും? അൺലവിങ് ഫാദർ ആണ്, പ്രത്യേകിച്ച് കുട്ടിയോട് ഇഷ്ടമൊന്നും ഇല്ലാത്തൊരു ഫാദർ ആണ്. എന്താ പറയാ, കുട്ടീനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിസിക്കലി ഉപദ്രവിക്കുന്ന ഒരു ഫാദർ ആണ്. കുട്ടിയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്താ പറയാ, ഫ്യൂച്ചർ നല്ലതാണോ ചീത്തതാണോ ഒന്നും കെയർ ചെയ്യാത്തൊരു ഫാദർ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആ രീതിയിലുള്ള ആൾക്കാർ കൊടുക്കും. ഇപ്പൊ ഇന്ത്യയിലൊക്കെ കുട്ടികളെ അടിക്കുന്നത് നോർമലൈസ്ഡ് ആണ് അല്ലെ. ഇപ്പോഴൊക്കെ ചെറിയ രീതിയിൽ പാരന്റിങ് ക്ലാസ്സസിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ചെറുപ്പത്തിലൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ഒരു തലമുറയൊക്കെ കുറേയൊക്കെ അടി കൊണ്ടിട്ട് തന്നെയാണ് വളർന്നത്. നമ്മുടെ സമൂഹം കുട്ടികളെ അടിക്കുന്നത് കാണുന്ന രീതിയും, നിങ്ങൾ അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ പോയിട്ട് കുട്ടികളെ അടിച്ചാൽ നിങ്ങൾക്ക് ജയിലിൽ വരെ പോയി കിടക്കാനുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അവര് കുട്ടികളെ അടിക്കുന്ന രീതിയും കാണുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടാണ്. അവിടെ നടക്കുന്നത് ഒരേ സംഭവമാണ് ഈ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ, പക്ഷെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ പേഴ്സണൽ കൺസ്ട്രക്ട് വ്യത്യാസമാണ്, അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഒരേ സംഭവം നടക്കുമ്പോഴും അതിന് രണ്ട് രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ വരുന്നതും അതിനനുസരിച്ചിട്ട് ഈ അച്ഛന്റെ പേഴ്സണാലിറ്റി രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതും അതുകൊണ്ടാണ് എന്നാണ് കെല്ലി പറയുന്നത്. ഒരു ഉദാഹരണം വെച്ചിട്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ഏത് സിറ്റുവേഷനിലും, കരിയർ ആവട്ടെ, ഫാമിലി ലൈഫ് ആവട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ, എല്ലാത്തിലും ഓരോ വ്യക്തിയുടെ ഇന്റർപ്രിട്ടേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ആ എന്ത് നടന്നു എന്നുള്ളതല്ല, അവരതെങ്ങനെ ധരിച്ചു വെക്കുന്നു, അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് എന്നാണ് കെല്ലി പറയുന്നത്. അപ്പൊ അതാണ് പേഴ്സണൽ കൺസ്ട്രക്ട്സിന്റെ ഇമ്പോർട്ടൻസ്. ഇനി ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. കെല്ലീസ് അപ്രോച്ച് ഇസ് ദാറ്റ് ഓഫ് എ ക്ലിനിഷ്യൻ ഡീലിംഗ് വിത്ത് കോൺഷ്യസ് കൺസ്ട്രക്ട്സ് ബൈ വിച്ച് പീപ്പിൾ അറേഞ്ച് ദെയർ ലൈഫ്. അദ്ദേഹം ഒരു കൗൺസിലർ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ലോകത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അത് മനസ്സിൽ വെച്ചിട്ട് അവരെങ്ങനെയാണ് ജീവിക്കുന്നത്, ആ ഒരു കാഴ്ചപ്പാടിലൂടെ അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് പുറത്തു വരുന്നത് എന്നുള്ള ഒരു അഭിപ്രായമായിരുന്നു കെല്ലിക്ക് അറിയാനുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറി എന്നുള്ള രീതിയിലേക്ക് എത്തിയത്. അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു തിയറി ആയിരുന്നു, അദ്ദേഹത്തിന്റെ കൗൺസിലിങ്ങിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. ഓക്കെ, ഇനി വേറൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, അതായത് ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്. കെല്ലിയുടെ അഭിപ്രായത്തില് ആൾക്കാർ ജീവിക്കുന്നത് ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേപോലെയാണ് ആൾക്കാർ ജീവിക്കുന്നത്. അപ്പൊ ശാസ്ത്രജ്ഞൻ എങ്ങനെയാ ജീവിക്കുക, അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? അദ്ദേഹം ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കും അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഹൈപ്പോത്തസിസ്, അദ്ദേഹത്തിന്റെ ഒരു ഉത്തരം ഉണ്ടാക്കും. എന്നിട്ട് ആ ഉത്തരത്തിന് റിയൽ ലൈഫിൽ എവിഡൻസ് ഉണ്ടോ എന്നുള്ള ഒരു രീതിയിലാണ് ശാസ്ത്രജ്ഞൻ നോക്കുക. ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയിട്ട് അതിന് തെളിവുകൾ കിട്ടുന്നുണ്ടോ, എന്റെ പരീക്ഷണങ്ങളിലൂടെ അതിന് തെളിവുകൾ കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് ഒരു ശാസ്ത്രജ്ഞൻ പരീക്ഷണങ്ങളൊക്കെ നടത്തുക. അതേപോലെയാണ് ആൾക്കാരും ജീവിക്കുന്നത്. അവർ മനസ്സിൽ പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ ഉണ്ടാക്കി വെക്കും. എന്നിട്ട് ആ പേഴ്സണൽ കൺസ്ട്രക്ട് പ്രകാരമാണോ ലോകത്തിൽ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന് നിരീക്ഷിക്കും. അതിനനുസരിച്ചിട്ട് അവർ പേഴ്സണൽ കൺസ്ട്രക്ട് അഡ്ജസ്റ്റ് ചെയ്യുകയോ മാറ്റുകയോ ഒക്കെ ചെയ്യും. ഓക്കെ, ഒരു ഉദാഹരണം വെച്ചിട്ട് ഇത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കൺസ്ട്രക്ട് നിങ്ങൾ എടുക്കുക. ഇപ്പൊ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത എക്സാമ്പിളിൽ വരുന്ന പോലെ തന്നെ ലവിങ് ഫാദർ എന്നുള്ള ഒരു കൺസ്ട്രക്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോ ഈ ഒരു കൺസ്ട്രക്ട് മനസ്സിലുള്ള ഒരാള് പ്രെഡിക്റ്റ് ചെയ്യാണ്. ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെയാണോ ലോകത്തെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതേപോലെ ലവിങ് ഫാദർ എന്നുള്ള കൺസ്ട്രക്ട് വെച്ചിട്ട് അച്ഛൻ എങ്ങനെയാണ് പെരുമാറുക എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാണ്. അപ്പൊ ആ ഒരു കുട്ടിയുടെ പ്രെഡിക്ഷൻ എങ്ങനെയാണെന്ന് വിചാരിച്ചോ. ലവിങ് ഫാദർ ബൈസ് ചോക്ലേറ്റ്സ് ഫോർ ദെയർ കിഡ്സ്. മക്കൾക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കും സ്നേഹമുള്ള ഒരു അച്ഛൻ എന്നുള്ളൊരു പ്രഡിക്ഷൻ. രണ്ടാമത്തെ പ്രഡിക്ഷൻ, ലവിങ് ഫാദർ ഡസ് നോട്ട് ഹിറ്റ് ദെയർ കിഡ്സ് ആണ് ഇവിടെ ഇരുന്ന ഹിറ്റ്സ് അല്ല, ഡസ് നോട്ട് ഹിറ്റ് ദെയർ കിഡ്സ്. കുട്ടികളെ സ്നേഹമുള്ള അച്ഛന്മാരെ അടിക്കില്ല എന്നുള്ള ഒരു പ്രഡിക്ഷൻ. മൂന്നാമത്തെ പ്രഡിക്ഷൻ, ലവിങ് ഫാദർ ടേക്സ് ദെയർ കിഡ്സ് ഫോർ ഔട്ടിങ്സ്.
സ്നേഹമുള്ള അച്ഛന്മാര് കുട്ടികളെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകും എന്നുള്ളൊരു പ്രഡിക്ഷൻ. അപ്പൊ ഈ ഒരു കൺസ്ട്രക്ട്, ലവിങ് ഫാദർ എന്നുള്ള ഒരു കൺസ്ട്രക്ട് വെച്ചിട്ട് 3 പ്രഡിക്ഷൻസ് അയാള് അല്ലെങ്കിൽ ആ കുട്ടി ഉണ്ടാക്കിയെടുത്തു. ഓക്കെ, ഇനി റിയൽ ലൈഫിൽ ആ കുട്ടിയുടെ അച്ഛൻ ഇതേ രീതിയിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെ ഇതേ രീതിയിലാണോ പെരുമാറുന്നത് എന്നുള്ള ഒരു പ്രഡിക്ഷൻ ആ കുട്ടി ടെസ്റ്റ് ചെയ്യും. ഒരു ശാസ്ത്രജ്ഞൻ എങ്ങനെയാണോ ഹൈപ്പോത്തസിന്റെ തെളിവുകൾ പരീക്ഷണങ്ങളിൽ നോക്കുന്നത്, അതേപോലെ ഈ സ്നേഹമുള്ള അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് കുട്ടിയുടെ ലൈഫിൽ ഇങ്ങനെ നിരീക്ഷിക്കും. കുട്ടിയാവാം, അഡൾട്ട് ആവാം, ആര് വേണമെങ്കിലും ആവാം, അവരുടെ ലൈഫിൽ ഇങ്ങനെ നിരീക്ഷിക്കും. ഓക്കെ, ഇത് സക്സീഡ് ചെയ്തു. അതായത് ആ കുട്ടി മനസ്സിൽ വെച്ചതുപോലെ തന്നെ അച്ഛൻ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്, അച്ഛൻ കുട്ടീനെ ഉപദ്രവിക്കുന്നില്ല, അച്ഛൻ കുട്ടീനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ പേഴ്സണൽ കൺസ്ട്രക്ട് എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്. അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ പേഴ്സണാലിറ്റി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ കുട്ടി ലവിങ് ഫാദർ എന്ന് കൺസ്ട്രക്ട് വെച്ചിട്ട് ഇത്രയും പ്രഡിക്ഷൻസ് നടത്തി, ആ പ്രഡിക്ഷൻസ് എന്നിട്ട് റിയൽ ലൈഫിൽ നടക്കുന്നുണ്ടോ എന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ പേഴ്സണൽ കൺസ്ട്രക്ട് ശരിയാണ്. അച്ഛനെ കുറിച്ച് ആ കുട്ടി മനസ്സിലാക്കി വെച്ചിട്ടുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, ഇനി ഇങ്ങനെയൊന്നും അച്ഛൻ ചെയ്യുന്നില്ല, അച്ഛൻ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നില്ല, അച്ഛൻ ആ കുട്ടീനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല, അച്ഛൻ കുട്ടീനെ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടി കാണുന്നതെങ്കിൽ ഈ കൺസ്ട്രക്ട് മാറ്റണം. ലവിങ് ഫാദർ എന്നുള്ള കൺസ്ട്രക്ട് മാറ്റിയിട്ട് ചിലപ്പോൾ അൺലവിങ് ഫാദർ, എന്നെ ഇഷ്ടമല്ലാത്ത അച്ഛൻ, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുന്ന അച്ഛൻ എന്നുള്ള രീതിയിലേക്ക് കുട്ടിക്ക് പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ മാറ്റേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ച് കുട്ടി ഈ പ്രഡിക്ഷൻസ് ഒക്കെ മാറ്റും. ഈ പ്രഡിക്ഷൻസ് വെച്ചിട്ട് ജീവിക്കുന്ന കുട്ടി ചിലപ്പോ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ അച്ഛനോട് വന്ന് പറയുമായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കുമായിരിക്കാം. ഈ പ്രഡിക്ഷൻസ് ഒക്കെ ഫെയിൽ ആയി എന്ന് കാണുമ്പോൾ ഈ കൺസ്ട്രക്ട് മാറ്റേണ്ടി വരുമ്പോൾ ചിലപ്പോൾ അൺലവിങ് ഫാദർ ആണ് എന്നുള്ളൊരു തിരിച്ചറിവ് കുട്ടിക്ക് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ കുട്ടി ഇന്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ, പിന്നീട് കുട്ടി അച്ഛനോട് പെരുമാറുന്ന രീതി തന്നെ കംപ്ലീറ്റ്ലി മാറിയേക്കാം. അച്ഛന്റെ അടുത്ത് പോവാതിരിക്കുക, അച്ഛനെ പേടിയോടെ നോക്കുക, അച്ഛനോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക, ആ രീതിയിലേക്കൊക്കെ സ്വഭാവം മാറിയേക്കാം. അപ്പൊ ഇവിടെ വീണ്ടും കെല്ലിയുടെ ആ ഒരു തിയറിയുടെ ബേസിസ്, കൺസ്ട്രക്റ്റുകൾ കുട്ടി മനസ്സിലുണ്ടാക്കി വെക്കുന്നു, എന്നിട്ട് അത് പ്രകാരമാണോ റിയൽ ലൈഫിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. ആ രീതിയിലാണ് ഈ കെല്ലി ഈ സയന്റിസ്റ്റിന്റെ എക്സാമ്പിൾ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൺസ്ട്രക്ട് ഈസ് എ പേഴ്സൺസ് യൂണീക് വേ ഓഫ് ലുക്കിംഗ് അറ്റ് ലൈഫ്. ഒരാൾ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതിയാണ് കൺസ്ട്രക്ട് എന്ന് പറയുന്നത്. ആൻ ഇന്റലക്ച്വൽ ഹൈപ്പോത്തസിസ്, ഒരു ശാസ്ത്രജ്ഞൻ എപ്രകാരമാണോ ഒരു ഹൈപ്പോത്തസിസ് ഉള്ളത് അത് പരീക്ഷണങ്ങളിലൂടെ ടെസ്റ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ഹൈപ്പോത്തസിസുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റുകൾ ഉണ്ടാകും. അത് മനസ്സിൽ വെച്ചിട്ട് അത് പ്രകാരമാണോ ലോകം വർക്ക് ചെയ്യുന്നത് എന്ന് ഇവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കൺസ്ട്രക്റ്റുകൾ മാറ്റാൻ പറ്റും. നമ്മുടെ ജീൻ പിയാജയുടെ തിയറിയിലും ഇത് പറയുന്നുണ്ട്. കുട്ടികൾ ചെറുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന സ്കീമകൾ മാറ്റാൻ പറ്റുന്ന പിയാജയുടെ തിയറിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രഡിക്ഷൻസ് ഫെയിൽ ആവുന്നുണ്ട് എന്ന് കാണുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കൺസ്ട്രക്റ്റുകൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിനെ പറഞ്ഞ പേരാണ് കൺസ്ട്രക്റ്റീവ് ആൾട്ടർനേറ്റിവിസം എന്നുള്ള ഒരു വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ ഫ്രീ ആണ് എന്തിന്, നമ്മുടെ കൺസ്ട്രക്റ്റുകൾ മാറ്റാനും ഏത് സമയം വേണമെങ്കിലും പ്രഡിക്ഷൻ ഫെയിൽ ആവുന്നുണ്ട് എന്നറിഞ്ഞാൽ നമ്മളുടെ കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ സങ്കല്പങ്ങളൊക്കെ മാറ്റി പുതിയ സങ്കല്പങ്ങൾ ആഡ് ചെയ്യാൻ വി ആർ ഫ്രീ. ഓക്കെ, നമ്മൾക്ക് പേഴ്സണാലിറ്റി ഇങ്ങനെ ഫിക്സഡ് ആയിട്ട് പോകുന്നതല്ല, എപ്പോ വേണമെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറാം, അതനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന രീതി മാറാം ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന വാക്കാണ് കൺസ്ട്രക്റ്റീവ് ആൾട്ടർനേറ്റീവിസം. ചേഞ്ച് ചെയ്യാം പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇനി he called his principles corollaries and outlined 11 corollaries. അതായത് ഈ കൺസ്ട്രക്റ്റുകൾ, ഈ പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ കുട്ടിക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പൊ പിയാജയുടെ തിയറിയിൽ സ്കീമാസ് കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് അദ്ദേഹം അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. പിയാജയുടെ തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതേപോലെ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറി, അല്ലെങ്കിൽ ഈ പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ കുട്ടികൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് ഈ കുട്ടികളോ മുതിർന്നവരോ ഇവരുടെ മനസ്സിലേക്ക് ഈ പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ വരുന്നത് എന്ന് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിനെയാണ്, ആ ഒരു പ്രിൻസിപ്പിൾസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞതിനെ വിളിക്കുന്ന പേരാണ് കൊറോളറീസ് എന്നുള്ള വാക്കുകൊണ്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന സംഭവമാണ്, അത്രയും ഡീപ്പായിട്ട് നമുക്ക് പോകണ്ട. പക്ഷെ ഈ ഒരു ടേം മാത്രം ഓർത്ത് വെക്കാം. കൊറോളറീസ് എന്നുള്ളൊരു പ്രിൻസിപ്പിൾസ് വെച്ചിട്ടാണ് അദ്ദേഹം പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇങ്ങനെ 11 കൊറോളറീസ് അദ്ദേഹം, 11 പ്രിൻസിപ്പിൾസ്
പേഴ്സണൽ കൺസ്ട്രക്റ്റിനെ കുറിച്ചിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഈ പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ അധികം ഡൈക്കോട്ടമസ് ആണ്. ഡൈക്കോട്ടമസ് എന്ന് പറഞ്ഞാൽ രണ്ടറ്റത്തിൽ കിടക്കുന്നതാണ്, എക്സ്ട്രീമിൽ കിടക്കുന്നതാണ്. ഒന്നില്ലെങ്കിൽ ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് വെക്കാം, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ലവിങ് അല്ലെങ്കിൽ അൺലവിങ് എന്നുള്ള രീതിയിൽ നമ്മൾ കൺസ്ട്രക്ട് വെക്കാം. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് എക്സ്പ്ലനേഷൻസ് ആണ് ഈ കൊറോളറീസ് കൊണ്ട് കെല്ലി ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അത്രയും ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. സോ ഇത് ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെക്കുക, ഈ പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറച്ച് പ്രിൻസിപ്പിൾസിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 11 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് കൊറോളറീസ് എന്നാണ്. 11 കൊറോളറീസ് ആണ് കെല്ലി സജസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ തിയറിയിൽ വരുന്നുള്ളൂ. വേറെ എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടേംസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഈ പേഴ്സണൽ കൺസ്ട്രക്ട് എന്നുള്ള കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെക്കുക. ഈ ഒരു ശാസ്ത്രജ്ഞൻ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തന്റെ ഹൈപ്പോത്തസിസ് എങ്ങനെയാണോ ടെസ്റ്റ് ചെയ്യുന്നത്, അതേപോലെയാണ് നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിലൂടെ ലോകത്തെ മനസ്സിലാക്കുന്നതും റിയാലിറ്റീനെ എപ്പോഴും ഇങ്ങനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. എപ്പോഴാണോ നിങ്ങളുടെ ടെസ്റ്റിംഗ് ഫെയിൽ ആവുന്നത്, പ്രഡിക്ഷൻ ഫെയിൽ ആവുന്നത്, അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ കൺസ്ട്രക്ട്, നിങ്ങൾ ഒരു കാര്യത്തെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാഴ്ചപ്പാട് ചിലപ്പോൾ മാറ്റേണ്ടി വരും. ഓക്കെ, അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അതിനെ അദ്ദേഹം വിളിച്ച പേരാണ് കൺസ്ട്രക്റ്റീവ് ആൾട്ടർനേറ്റീവിസം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആണ് കൺസെപ്റ്റ്. നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻ ആണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, സോ ഈ കെല്ലിയുടെ തിയറി നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത തിയറിയിലേക്ക് പോകാം. ജൂലിയൻ റോട്ടറിന്റെ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ ലോക്കസ് ഓഫ് കൺട്രോളും ഇതേപോലെ നമുക്ക് ഒരുപാട് ടേംസോ കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. ഒരാശയം, ഈ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു കൺസെപ്റ്റ് ആണല്ലോ. അതേപോലെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയ ലോക്കസ് ഓഫ് കൺട്രോൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പേഴ്സണൽ കൺസ്ട്രക്ട് തിയറി എങ്ങനെയാണ് കോഗ്നിറ്റീവ് തിയറിയിൽ വരുന്നത് എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. പേഴ്സണൽ കൺസ്ട്രക്റ്റുകളാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞില്ലേ, മനസ്സിലുണ്ടാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ലോകത്തെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ഇമ്പോർട്ടന്റ് എന്ന് കെല്ലി പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തെ ഒരു കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിലേക്ക് ആഡ് ചെയ്തത്. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ റോട്ടറിന്റെ ലോക്കസ് ഓഫ് കൺട്രോൾ തിയറിയിൽ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, അദ്ദേഹം പേഴ്സണാലിറ്റീനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതും നമ്മളിപ്പോ പറഞ്ഞ ജോർജ് കെല്ലിയുടെ തിയറി ആയിട്ട് സിമിലർ ആയിട്ട് കിടക്കുന്ന ഒരു തിയറി തന്നെയാണ്. ഏകദേശം സെയിം കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, സോ ജൂലിയൻ റോട്ടർ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. റോട്ടറും ഇതേപോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഈ അദ്ദേഹത്തിന്റെ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരുപാട് റിസർച്ചുകൾ നടത്തിയിട്ടുള്ള, ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള, ഒരുപാട് ഫീൽഡുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൂടിയാണ്. ഓക്കെ, അപ്പൊ അവരൊറ്റ വാക്കിന്റെ പേരിൽ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് അദ്ദേഹം. അത് മാത്രമല്ല, അദ്ദേഹം വേറെയും കുറെ തിയറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഈ ലോക്കസ് ഓഫ് കൺട്രോളിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഫേമസ് ആയത്. ഓക്കെ, അപ്പൊ ലോക്കസ് ഓഫ് കൺട്രോൾ എന്താണ് എന്നുള്ള ചോദ്യം. ലോക്കസ് ഓഫ് കൺട്രോൾ, ലോക്കസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ ഭൂമി തിരിയുന്നതിന് ഒരു അടിസ്ഥാനമായിട്ട് ഒരു അച്ചുതണ്ട് ഉണ്ട് എന്ന് പറയില്ലേ. അച്ചുതണ്ട് ഇമാജിനറി ആണ്, ശരിക്കും അവിടെ ഒരു തണ്ടൊന്നുമില്ല. അപ്പൊ ഇമാജിനറി ആക്സിസിൽ നിന്നിട്ടാണ് ഭൂമി തിരിയുന്നത് എന്ന് നമ്മൾ പറയും. ഓക്കെ, അതേപോലെ ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളുടെ നിയന്ത്രണം എവിടെയാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്കസ് ഓഫ് കൺട്രോളിന്റെ ഡെഫിനിഷൻ വരുന്നത്. കുറച്ചും കൂടി എളുപ്പമാക്കിയിട്ട് പറഞ്ഞുതരാം. ലോക്കസ് ഓഫ് കൺട്രോൾ അദ്ദേഹം പറയുന്നത് 2 തരത്തിലുണ്ട്. ഒന്ന് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തികളും, 2 എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തികളും. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ 2 രീതിയിലാണ് അദ്ദേഹം ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ ഡിവൈഡ് ചെയ്തത്. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തികളും എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തികളും. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത് അവരുടെ കഴിവുകളിലും അവരുടെ എന്താ പറയുക പ്രവർത്തികളിലും വിശ്വസിച്ചിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തികളുടെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് അവർക്ക് ഔട്ട്കം കിട്ടുന്നത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്കാണ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ഡെഫിനിഷൻ അതാണ്. ബിലീഫ് ദാറ്റ് റീഇൻഫോഴ്സ്മെന്റ് ഈസ് ബ്രോട്ട് അബൌട്ട് ബൈ അവർ ഓൺ ബിഹേവിയർ. ഇവിടെ റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സ്ട്രിക്ട്ലി ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവിലല്ല, നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഔട്ട്കം, ആ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾ നേടിയെടുക്കുന്നത് നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളവരാണ്.
എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ആൾക്കാരോ എ ബിലീഫ് ദാറ്റ് റീഇൻഫോഴ്സ്മെന്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് അതർ പീപ്പിൾ, ഫേറ്റ് ഓർ ലക്ക്. അതായത് നിങ്ങൾക്ക് കിട്ടേണ്ട സാധനം നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര കഴിവുണ്ടായിട്ടോ കാര്യമില്ല, അത് മറ്റുള്ള ആൾക്കാർ വിചാരിക്കണം, അല്ലെങ്കിൽ ഭാഗ്യം വേണം, അല്ലെങ്കിൽ വിധിയാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരെയാണ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ആൾക്കാരെ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു ഉദാഹരണം വെച്ചിട്ട് നമുക്ക് പറയാം. ഇപ്പൊ എന്റെ ഒരു ഉദാഹരണം തന്നെ എടുക്കാം. ഞാനാണ് നിങ്ങൾക്ക് ഈ തിയറീസ് ഒക്കെ എടുക്കുന്നത് അല്ലെ. അപ്പോ ഒരു കുട്ടി ഒരു ഡൗട്ട് ചോദിച്ചു എന്നോട്. ഓക്കെ, ഞാൻ എടുത്ത തിയറിയിൽ ക്ലിയർ അല്ലാത്ത ഒരു ഡൗട്ട് ഒരു കുട്ടി എന്നോട് ചോദിക്കുന്നു. ഈ കുട്ടി ഈ ഡൗട്ട് എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് കൃത്യമായ രീതിയിൽ ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിന്റെ ഉത്തരം അറിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ എനിക്കിത് ഇന്റർപ്രറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ കുട്ടി ഡൗട്ട് ചോദിച്ച ആ പ്രവൃത്തിനെ എനിക്ക് രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, എന്ത്, ഞാൻ എടുത്ത രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് കുട്ടിക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവാഞ്ഞത്. ഒന്നും കൂടി ഞാൻ പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ കുട്ടിക്ക് കൺസെപ്റ്റ് മനസ്സിലാകും. അപ്പൊ ഞാൻ അവിടെ ബ്ലെയിം ചെയ്യുന്നത് എന്റെ സ്കില്ലിനെയാണ്, അല്ലെങ്കിൽ എന്റെ കൺട്രോള് എന്റെ ഇന്റേണൽ ആണ്, ഉള്ളിലാണ്, എന്റെ കയ്യിലാണ് അല്ലെ. ഞാൻ ക്ലാസ് എടുത്തത് കൊണ്ടാണ് കുട്ടിക്ക് അല്ലെ നേരെ എടുക്കാത്തത് കൊണ്ടാണ് കുട്ടിക്ക് മനസ്സിലാവാത്തത്. അതുകൊണ്ടാണ് ആ കുട്ടി ഡൗട്ട് ചോദിക്കുന്നത്. സോ ഫോൾട്ട് എന്റെയാണ്, എന്റെ സ്കില്ല്, എന്റെ ക്ലാസ്, എന്റെ പ്രശ്നം. അത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്. നേരെ മറിച്ച് ഞാൻ ഇങ്ങനെ പറയാണ്, ആ കുട്ടി ക്ലാസ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് ഞാൻ എടുക്കുന്ന കൺസെപ്റ്റ് മനസ്സിലാവാത്തത് എന്ന് ഞാൻ പറയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഇതാ ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ മറ്റാൾക്കാരെ ബ്ലെയിം ചെയ്യുക, അല്ലെങ്കിൽ ഫേറ്റ്, ലക്ക്, ഇതിനൊക്കെ ബ്ലെയിം ചെയ്യാണ് ചെയ്യുന്നത്. ആ കുട്ടി ശ്രദ്ധിക്കാത്തത് കൊണ്ട് മനസ്സിലായില്ല, ആ കുട്ടിക്ക് കഴിവില്ലാത്തത് കൊണ്ട് മനസ്സിലായില്ല, എന്റെ പ്രശ്നം എന്നുള്ള രീതിയിലല്ല ഞാൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ആ കുട്ടിയുടെ പ്രശ്നം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ലോക്കസ് ഓഫ് കൺട്രോൾ എന്തായി, എക്സ്റ്റേണൽ ആയി. ഓക്കെ, സോ ഇത് ഈ ഒരു എക്സാമ്പിൾ അല്ലാതെ നിങ്ങൾ എക്സാം എഴുതാൻ പോവുകയാണെന്ന് വിചാരിച്ചോ. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ PSC കോമ്പറ്റേറ്റീവ് എക്സാം, ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തികളെ എങ്ങനെയായിരിക്കും എക്സാമിനെ കാണുന്നത്? ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് നല്ല രീതിയിൽ ഓർത്തിരിക്കാൻ പറ്റും, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ട് സമയമൊക്കെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ട് എക്സാം എഴുതുകയാണെങ്കിൽ എനിക്ക് ജോലി കിട്ടും, അല്ലെങ്കിൽ എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലായിരിക്കും ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ആൾക്കാർ ചിന്തിക്കുക. അവരുടെ കാഴ്ചപ്പാടില് എന്താ പറയുക, അവർക്ക് കിട്ടുന്ന ഔട്ട്കം, അത് ആ ജോലി ആകട്ടെ അല്ലെങ്കിൽ ആ എക്സാം പാസ്സാകുന്നതാകട്ടെ, അത് അവരുടെ കൺട്രോളിലാണ്, അവരുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഇതേ എക്സാം എഴുതുമ്പോൾ എന്താണ് ചിന്തിക്കുക, ഈ എക്സാം കിട്ടുന്നത് പഠിച്ചവർക്കൊന്നല്ല, ഇതൊക്കെ ഭാഗ്യമുള്ളവർക്കേ കിട്ടുള്ളൂ, ഇത് ഫേറ്റ് ആണ് അല്ലെങ്കിൽ വിധിയാണ്, അതിനൊരു തലവര വേണം, ലക്കാണ്, അതൊരു ഭാഗ്യമാണ്. ആ രീതിയിൽ ചിന്തിക്കും അവർ. അവരുടെ സ്കില്ലിൽ വിശ്വസിക്കില്ല. എല്ലാം എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത് എന്താ ഇത് കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ വിചാരിച്ചാലേ ഞാൻ ഈ എക്സാം ജയിക്കുള്ളൂ, ആ രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ളതാണ് എന്ന് പറയും. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അവനവന്റെ സ്കിൽസിൽ വിശ്വാസമുള്ള ആൾക്കാർ, ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് നല്ലത് വരുന്നത് അല്ലെങ്കിൽ മോശം വരുന്നത് എന്ന് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ട് എന്നും, ഞാൻ ചെയ്യുന്നത് കൊണ്ടല്ല ഒന്നും നടക്കുന്നത്, എല്ലാം എന്റെ കൺട്രോളിന്റെ പുറത്താണ്, മറ്റേ വിധി, ഭാഗ്യം വേണം, അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള ആൾക്കാർ വിചാരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉണ്ട് എന്നാണ് പറയാ. റിയൽ ലൈഫിൽ ഇതിന്റെ രണ്ടിന്റെയും മിക്സ് ആയിരിക്കും ആൾക്കാര്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സ്കിൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യും, ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിധിക്കും ഭാഗ്യത്തിനൊക്കെ വിട്ടുകൊടുക്കും. ഇന്റേണൽ പ്ലസ് എക്സ്റ്റേണൽ ആണ് അധികം ആൾക്കാരിലും ഉണ്ടാവുക. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നിങ്ങളുടെ മറ്റേ ലോക്കസ് ഓഫ് കൺട്രോൾ പൂർണ്ണമായിട്ട് ഒരെണ്ണത്തിലേക്ക് ഷിഫ്റ്റ് ആവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അതായത് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിലേക്ക് പൂർണ്ണമായിട്ടും ഷിഫ്റ്റ് ആവുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. നിങ്ങൾ സ്വന്തം കഴിവിനെ വിശ്വസിക്കാതിരിക്കുകയും സ്വന്തം പ്രവർത്തികളെ സംശയിക്കുകയും ചെയ്തിട്ട് മറ്റുള്ള ആൾക്കാർക്ക് കുറ്റം പറയലും അല്ലെങ്കിൽ വിധിയാണ്, ഭാഗ്യം വേണം എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ അത് കാണില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് സക്സസ് വരാനുള്ള സാധ്യത കുറയും. അതാണ് ഈ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിന്റെ പ്രശ്നം. ഓക്കെ, ഈ ജോലി കിട്ടാത്തത് കൊണ്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, ജോലി കിട്ടാത്തത് കൊണ്ട് ജ്യോത്സ്യനെ പോയി കാണുകയും പൂജകൾ ചെയ്യുകയും വഴിപാട് കഴിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പൊ രണ്ട് ആൾക്കാരും ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരാളുടെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്, മറ്റേ ആളുടെ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ. പുറത്തുനിന്നുള്ള ശക്തിക്ക് എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആശ്രയം. അപ്പൊ ജൂലിയൻ ഡോട്ടർ പറയുന്നത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് കൂടുതൽ അച്ചീവ്മെന്റ്, എന്താ പറയാ സ്ട്രെസ് കുറവ്, അല്ലെങ്കിൽ ആങ്സൈറ്റി കുറവ്, പിന്നെ കൂടുതൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി, ഇതൊക്കെ ഉണ്ടായിരിക്കും. കാരണം അവര് സെൽഫ് എസ്റ്റീം ഉള്ള വ്യക്തികളാണ്, അവരിൽ തന്നെ നല്ല വിശ്വാസം
വിശ്വസിക്കുന്ന അവരുടെ കഴിവുകളെ നല്ല രീതിയിൽ പുറത്തെടുക്കാൻ കേപ്പബിൾ ആണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അവര്. അതുകൊണ്ട് അവര് സക്സീഡ് ചെയ്യും എന്നുള്ളൊരു അഭിപ്രായമാണ് ജൂലിയൻ റോട്ടർ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഉദാഹരണം ലോക്കസ് ഓഫ് കൺട്രോളിന്റെ കേസിൽ പറയാറുണ്ട്. ഇപ്പോ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ആള് എങ്ങനെ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിലേക്ക് പോകും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുള്ളൊരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളെ ലൈഫിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ നമ്മൾ ഒരു സ്റ്റേജിൽ നമുക്ക് നമ്മളെ നല്ല വിശ്വാസവും നമ്മുടെ കഴിവുകളെ നല്ല വിശ്വാസവും എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസമുള്ള ആൾക്കാരായിരിക്കും എല്ലാവരും. ഓക്കെ, പക്ഷെ ജീവിതത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവര് സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുന്നത് നിർത്തി മറ്റുള്ള കാര്യങ്ങളെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നത് കൂടിക്കൂടി വരും. അതെന്തുകൊണ്ടാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നാണ് ഇതിനെ വിളിക്കുക. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നർ ബോക്സ് ഇല്ലേ, സ്കിന്നറിന്റെ എലികളെ ഇട്ട് വെച്ചിട്ടുള്ള ബോക്സ്, അതേപോലത്തെ ഒരു അപ്പാരറ്റസ് ആണ്. പക്ഷെ എലിക്ക് പകരം നമ്മളൊരു ഡോഗിനെയാണ് ഇവിടെ ഇടുന്നത്. എന്നിട്ട് ഫുഡല്ല കൊടുക്കുന്നത്, സ്കിന്നർ ബോക്സിൽ നമ്മൾ ഷോക്ക് കൊടുത്തില്ലേ, അതേപോലെ ഷോക്ക് കൊടുക്കുകയാണ് ആ നായക്കൾക്ക്. സോ ഇവിടെ നിങ്ങൾക്ക് നടുവിലൊരു പാർട്ടീഷൻ കാണാം. ഈ പ്ലാറ്റ്ഫോം രണ്ടാക്കി മാറ്റി വെച്ചിരിക്കുന്നത് കാണാം. ഓക്കെ, ഈ ഒരു സൈഡില് നമ്മൾ രണ്ട് രീതിയിലാണ് ഈ എക്സ്പെരിമെന്റ് നടത്തുക. ആദ്യത്തെ രീതിയിൽ എന്താന്ന് വെച്ചാൽ ഈ നായ നിൽക്കുന്ന സൈഡ് കണ്ടില്ലേ നിങ്ങള്, അവിടെ ഷോക്ക് അഡ്മിനിസ്റ്റർ ചെയ്യും. നായക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഷോക്ക് അഡ്മിനിസ്റ്റർ ചെയ്യും. ഓക്കെ, അപ്പൊ നായക്ക് ഈ ഷോക്കിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നായ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിക്കും. അവിടെ വർക്ക് ചെയ്യുന്നത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്, അല്ലെ? നായയുടെ കാഴ്ചപ്പാടിൽ ഞാൻ എന്ത് ചെയ്താലാണ് എനിക്ക് ഈ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക, അപ്പൊ എന്റെ സ്കിൽ, എന്റെ ആക്ഷൻ എന്നുള്ളൊരു ചിന്താഗതിയാണ്. അത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്. അപ്പൊ ഈ നായ എന്ത് ചെയ്യും, ഈ സൈഡിലാണ് ഷോക്ക് കൊടുക്കുന്നത്, ഈ പാർട്ടീഷന്റെ അപ്പുറത്ത് നമ്മൾ ഷോക്ക് കൊടുത്തിട്ടില്ല. നായ ഇപ്പുറത്തെ സൈഡിലേക്ക് ചാടും. ഇവിടെ ഷോക്ക് ഇല്ലാത്തത് കൊണ്ട് എന്താണ്, നായ സേഫ് ആണ്, അല്ലെ? ഈ രീതിയിൽ ഒരു എക്സ്പെരിമെന്റ്. ഓക്കെ, ഇനി ഇതേ സിറ്റുവേഷൻ നമ്മൾ വേറെ രീതിയിൽ ചെയ്യാണ്. ഈ നായ്ക്കൾക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചാടിക്കടക്കുന്ന ട്രയൽസ് കുറെ വട്ടം കൊടുക്കുകയാണ്. ഒരു 2 or 3 തവണ നമ്മൾ ഈ ഡോഗിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിക്കുകയാണ്. ഷോക്ക് അടിക്കുമ്പോൾ നായ ഇപ്പുറത്തേക്ക് കിടക്കും, വീണ്ടും ഷോക്ക് അടിക്കുമ്പോൾ ഈ സൈഡിലേക്ക് വന്ന് ഷോക്ക് അടിക്കുമ്പോൾ വീണ്ടും നായ ഇപ്പുറത്തേക്ക് കിടക്കും. ആ രീതിയിൽ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു. എന്നിട്ട് ഒരു സ്റ്റേജിൽ നമ്മളൊരു ചെറിയ ട്വിസ്റ്റ് കൊടുത്തു. ഈ എക്സ്പെരിമെന്റിൽ എന്താ ട്വിസ്റ്റ്, രണ്ട് സൈഡിൽ നമ്മൾ ഷോക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ നായ ആദ്യം ഈ സൈഡിലാണ് നിൽക്കുന്നത്, ഇവിടുന്ന് നായക്ക് ഷോക്ക് വരുന്നുണ്ട്. നായ വീണ്ടും ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ വെച്ചിട്ട് ചിന്തിക്കും, എന്ത് ചെയ്താലാണ് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുക എന്ന് ചിന്തിക്കും. നായ മുൻപ് ചെയ്തതുപോലെ തന്നെ അപ്പുറത്തേക്ക് ചാടിക്കടക്കും. പക്ഷെ ഇപ്പൊ അവിടെ ട്വിസ്റ്റ് ഉണ്ട്. എന്താ ട്വിസ്റ്റ്, ഇവിടെ വീണ്ടും ഷോക്ക് ഉണ്ട്, ഈ സൈഡിൽ ഷോക്ക് ഉണ്ട്. അപ്പൊ നായക്ക് ഇവിടെ നിന്നാലും ഷോക്ക് അടിക്കും, അവിടെ നിന്നാലും ഷോക്ക് അടിക്കും. അപ്പൊ നായ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ ഇങ്ങനെ ചാടി ഇങ്ങനെ നടക്കും. ഓക്കെ, ഇതേ സാധനം നമ്മൾ 2-3 തവണ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നായയുടെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോള് കംപ്ലീറ്റ്ലി എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആയി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാ കാണുക, ഈ നായയുടെ സ്കില്ല് അല്ലെങ്കിൽ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ പാർട്ടീഷൻ ചാടിക്കിടക്കുക എന്നുള്ളതല്ലേ. ഇത് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യും. നായക്ക് ഷോക്ക് അടിച്ചാലും കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അവിടെ പോയാലും എനിക്ക് ഷോക്ക് അടിക്കും, ഇവിടെ വന്നാലും ഷോക്ക് അടിക്കും എന്ന് വിചാരിച്ചിട്ട് നായ ഈ ഒരു ഈ പ്ലാറ്റ്ഫോമിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കും. ഷോക്ക് സഹിച്ചാലും കുഴപ്പമില്ല, ഞാൻ എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നായ എത്തും. അപ്പൊ അവിടെ ഹെൽപ്ലെസ്നെസ് ആണ് സ്റ്റേജ്, നിസ്സഹായാവസ്ഥയാണ് നായയുടെ. ആ ഒരു അവസ്ഥയിലേക്ക് നായ എത്തും. ഓക്കെ, അപ്പൊ നായനെ നമ്മൾ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തു. ആദ്യത്തെ സ്റ്റേജിൽ അങ്ങോട്ടേക്ക് ചാടിയ സേഫ് ആണെന്ന് മനസ്സിലാക്കിപ്പിച്ചു. രണ്ടാമത്തെ സ്റ്റേജിൽ ഇങ്ങോട്ടേക്കും ചാടിയാലും കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ നായനെ ട്രെയിൻ ചെയ്തെടുത്തു. അപ്പൊ നായ ഷോക്ക് കൊടുത്താൽ അവിടെ തന്നെ ഇങ്ങനെ കിടക്കും. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആയി, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇത് വേറെന്തോ ലക്കാണ്, ഫേറ്റ് ആണ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നായ എത്തി. ഇനി നമ്മൾ തേർഡ് സ്റ്റേജിൽ ഇവിടെ ഷോക്ക് കൊടുക്കുന്നു, ഇവിടെ ഷോക്ക് കൊടുക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ തിരിച്ചു പോയി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഷോക്ക് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഷോക്ക് കൊടുക്കുന്നില്ല. അപ്പോഴും ഇതേ നായ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിൽ തന്നെ ഇരിക്കും, തിരിച്ച് ഇന്റേണലിലേക്ക് പോവില്ല. കാരണം ആ നായ ട്രൈ ചെയ്യില്ല. ഇത് ജസ്റ്റ് ഒന്ന് കാലെടുത്ത് ഇപ്പുറത്തേക്ക് വെച്ച നായക്ക് മനസ്സിലാവും ഇവിടെ ഷോക്ക് ഇല്ല, പഴയ പോലെ തന്നെ ആയി എന്ന്. പക്ഷെ നായക്ക് ഇത്രയും നേരം കിട്ടിയ ട്രെയിനിങ് കാരണം എന്ത് ചെയ്താലും രക്ഷപ്പെടില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് മനസ്സിലുള്ളത്. അല്ലെങ്കിൽ എന്റെ സ്കില്ല് കൊണ്ട് ഈ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണുള്ളത്. അതുകൊണ്ട് ഇവിടെ പിന്നെ ഷോക്ക് ഇല്ലാത്തൊരവസ്ഥ വന്നാലും നായ ഷോക്ക് കൊണ്ടിട്ട് സഹിച്ചിട്ട് ഇങ്ങനെ കിടക്കും. ഓക്കെ, ഇതേ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നുള്ള ഒരു അവസ്ഥ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
സർ, ഇതിനപ്പോ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി ആയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആയിട്ട് റിലേഷൻ ഒന്നുമില്ല. അതില് നമ്മൾ പെയർ ചെയ്യല്ലേ ചെയ്യുന്നത് സ്റ്റിമുലസുകളെ. ഇതിലങ്ങനെ പെയറിംഗ് ഒന്നും ഇതിപ്പോ നടക്കില്ല. ഇവിടെ വരുമ്പോ ഇങ്ങനെ വരുമ്പോ ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പം പുള്ളി ആ നായ അതൊരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്കല്ലേ പോകുന്നത്? ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു കണ്ടീഷനിങ് വരുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയല്ലേ വരുന്നത്. ഇപ്പൊ നായയുടെ വായിൽ നിന്ന് സലൈവേഷൻ നായക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാ, ഒരു ബോഡി റിയാക്ഷൻ ആണ്. ഇവിടെ അങ്ങനെ ഒരു നായയുടെ കൺട്രോളിലാണ് ഇവിടെ എപ്പോഴും നിൽക്കുന്നത് സ്റ്റിൽ. ആ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ. മനസ്സിലായില്ലേ? ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലല്ല സംഭവം, റിയാക്ഷൻ എന്നുള്ളതാണ്. ഇവിടെ സ്റ്റിൽ നായയുടെ കയ്യിലാണ് കൺട്രോൾ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെയും അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കല്ലേ നായ വരുന്നത്? ബിക്കോസ് ലാസ്റ്റ് വരുമ്പോ നായക്ക് തന്നെ മനസ്സിലാകും, മീൻസ് അപ്പുറത്തെ സൈഡില് ഷോക്ക് ഇല്ല എന്ന് അറിയാമായിരുന്നിട്ടും പോകുന്നില്ലെങ്കിൽ അത് പുള്ളിയുടെ ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ടല്ലേ കണക്കൂട്ടാൻ പറ്റും? അറിയാത്തത് കൊണ്ടല്ല, അവിടെ ഷോക്ക് ഇല്ല എന്ന് നായ ചിന്തിക്കുകയാണ്, അല്ല ഷോക്ക് ഉണ്ട് എന്ന് നായ സങ്കല്പിക്കുകയാണ്. അതൊരു മൈൻഡില് കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നായ എത്തിയതാണ്, അല്ലാതെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ല എന്ന് പറയും. മനസ്സിലായി? ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒരു ഫിസിക്കൽ റിയാക്ഷൻ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, നായയുടെ മനസ്സിലുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ്. കോഗ്നിറ്റീവ് തിയറിയിൽ പറയുന്ന പോലെ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, സോ ഇവിടെ അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തേർഡ് കണ്ടീഷനിൽ നമ്മൾ ഇവിടെ ഷോക്ക് കൊടുക്കുന്നില്ല, എന്നാലും നായ വിചാരിക്കും അവിടെ പോയാലും ഞാൻ രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഷോക്ക് സഹിച്ചുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വിളിക്കുന്നത്, ലേൺഡ് ഹെൽപ്ലെസ്നെസ് തിയറി എന്ന് വിളിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിപ്രഷൻ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി, UPSC എക്സാം അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാന്ന് വിചാരിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് UPSC എക്സാം. ഈ UPSC എക്സാം എഴുതാൻ തുടങ്ങുന്ന ആളെന്ന് പറയുന്നത് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ അത്രയും അധികം കൂടി നിൽക്കുന്ന ഒരാളായിരിക്കും, അല്ലെ? ഇന്ത്യയിലെ ഒരു ഹയസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ ഞാൻ സെർവ് ചെയ്തിട്ട് എന്റെ ആൾക്കാരെയൊക്കെ അത്രയും ഞാൻ നല്ല രീതിയിലാക്കും എന്നുള്ളൊരു വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരിക്കും. ആ വ്യക്തിക്ക് കംപ്ലീറ്റ് കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഈ നായയുടെ എക്സ്പീരിയൻസ് ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ തവണ പരീക്ഷ എഴുതി പാസ്സായില്ല, രണ്ടാമത്തെ തവണ പരീക്ഷ എഴുതി പാസ്സായില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് അറ്റംപ്റ്റ്സ് ഫെയിൽസ് ഒക്കെ വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് എന്തുണ്ടാവും? ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിലുള്ള വിശ്വാസം കുറഞ്ഞ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിലേക്ക് പോകാൻ തുടങ്ങും. ഓക്കെ, അവരിൽ തീരെ വിശ്വാസമില്ല, ഇതൊന്നും എന്റെ കൺട്രോളിലില്ല, ഇതൊക്കെ വിധിയാണ്, ഭാഗ്യം വേണം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു കുട്ടിയുടെ പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ രീതിയിലാണ് ഇന്റേണൽ ടു എക്സ്റ്റേണൽ സാധാരണ ഷിഫ്റ്റ് ആവാറ്. നമ്മുടെ നിരന്തരമായിട്ടുള്ള ഫെയിലേഴ്സ് ആൾക്കാരിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ഷിഫ്റ്റ് കാണുന്നത് സാധാരണ. പറഞ്ഞോളൂ, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ. സാർ, ഇതിനകത്ത് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞല്ലോ, അത് മൂന്നാമത്തെ ഘട്ടത്തില് അവിടെ ഷോക്ക് മാറിയതിന് ശേഷവും നായ അത് ട്രൈ ചെയ്യാതിരിക്കുന്ന അവസ്ഥേനല്ലേ പറയുന്നത്? അതിന് മുമ്പുള്ള സ്റ്റേജ് ഹെൽപ്ലെസ്നെസ് ആണ് അല്ലേ? അതെ. ആ തേർഡ് സ്റ്റേജിലാണ് ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്നത്, ട്രൈ ചെയ്യാതിരിക്കുന്ന അവസ്ഥ. ക്ലിയർ ആയില്ലേ? ഓക്കെ സാർ. ഓക്കെ, അപ്പൊ UPSC എക്സാം എഴുതുന്ന ഈ കുട്ടിയുടെ അവസ്ഥ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരം നിങ്ങളുടെ ലൈഫിൽ ഫെയിലിയേഴ്സ് വരുമ്പോൾ നിങ്ങൾ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നുള്ള അവസ്ഥയിലേക്ക് പോയേക്കാം. അപ്പോ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, ഓരോ എക്സാമിനെയും പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കോൺഷ്യസ് എഫേർട്ട് എടുക്കേണ്ടി വരും ചില സിറ്റുവേഷൻസിൽ. ഓരോ എക്സാമിനെയും പുതിയൊരു ഓപ്പർച്യൂണിറ്റി, പഴയ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കളയാതെ വിലയിരുത്തരുത്, നിങ്ങളെ തന്നെ വിലയിരുത്തരുത്. ഓരോരു കാര്യം പുതിയൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലുള്ള ഒരു പെർസ്പെക്റ്റീവിൽ പോയാലേ നമുക്ക് എന്താ പറയുക നല്ല രീതിയിൽ മുന്നേറാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ആശയം കൂടി ഇവിടെ വരുന്നുണ്ട്. സെലിഗ്മാൻ എന്നൊക്കെ പറയുന്ന പോസിറ്റീവ് സൈക്കോളജിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ഇത്. ചിലപ്പോൾ നിങ്ങളുടെ തൊട്ടു മുന്നിലായിരിക്കും ആ ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ട് അത് കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കും എത്താം. അതാണ് ഈ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, സോ ഇനി ഇദ്ദേഹം ഈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ പറഞ്ഞതിന് ശേഷം നമ്മുടെ കേർട്ട് ലൂയിൻ പറഞ്ഞതുപോലെ കുറച്ച് ഇക്വേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. ലൂയിന്റെ തിയറി നമ്മൾ പറഞ്ഞപ്പോൾ മാത്സ് പോലെയൊക്കെ തോന്നുമെങ്കിലും സിമ്പിൾ കൺസെപ്റ്റ് ആണ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇത് പെട്ടെന്ന് എളുപ്പം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, ഈ അദ്ദേഹത്തിന്റെ തിയറീസിൽ
4 മെയിൻ കോമ്പണൻസ് വരുന്നുണ്ട്. ഈ 3 ടേംസും പിന്നെ ഈ ഒരു ഇക്വേഷനും, അങ്ങനെയാണ് 4 എണ്ണം വരുന്നത്. ഓക്കെ, ആദ്യത്തെ എന്ന് പറയുന്നത് ബിഹേവിയർ പൊട്ടൻഷ്യൽ. ഇത് നമ്മുടെ കേർട്ട് ലൂയിൻ തിയറിയത്തെ ബി എന്ന് പറയുന്ന, അതിൽ നമ്മൾ എന്താ പറഞ്ഞത്, ബി ഈസ് എ ഫംഗ്ഷൻ ഓഫ് പേഴ്സൺ ആൻഡ് എൻവയോൺമെന്റ് എന്നല്ല പറഞ്ഞത്, എഫ് ഓഫ് ഇ ആൻഡ് ഇ എന്നാണ് പറഞ്ഞത്. ഇവിടെ ബി പി എന്നാണ് പറയുന്നത്. ആ ബിഹേവിയറിന് പകരം ബിഹേവിയർ പൊട്ടൻഷ്യൽ, പെരുമാറാനുള്ള സാധ്യത എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ റോട്ടർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബിഹേവിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് തന്നെയാണ് ബിഹേവിയർ പൊട്ടൻഷ്യൽ എന്നുള്ള ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ലിഹുഡ് ഓഫ് എൻഗേജിങ് ഇൻ എ പെർട്ടിക്കുലർ ബിഹേവിയർ ഇൻ എ സ്പെസിഫിക് സിറ്റുവേഷൻ. എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം, ഇത് ജസ്റ്റ് ഒന്ന് പറയട്ടെ. എക്സ്പെക്ടൻസി. ബിഹേവിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പെരുമാറാൻ സാധ്യത, എങ്ങനെയാണ് നിങ്ങൾ ഒരു സിറ്റുവേഷനിൽ പെരുമാറുന്നത്, അതാണ് ബിഹേവിയർ പൊട്ടൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പെരുമാറിയാൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ള നിങ്ങളുടെ ചിന്തയില്ലേ. ഞാൻ ഇപ്പൊ ഈ UPSC എക്സാം എഴുതിയാൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ള നിങ്ങളുടെ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ, അതിനെയാണ് എക്സ്പെക്ടൻസി പറയുന്നത്. എക്സ്പെക്ടേഷൻ എന്നുള്ള വാക്ക് തന്നെയാണ് ഇവിടെ വരുന്നത്, അതിന്റെ അർത്ഥം തന്നെയാണ് വരുന്നത്. ഈ ഒരു ബിഹേവിയറിൽ ഞാൻ ഏർപ്പെട്ടാൽ എനിക്ക് എന്ത് കിട്ടും, അത് എന്ത് റീഇൻഫോഴ്സ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ എന്ത് ഔട്ട്കം കിട്ടും എന്നുള്ള ഒരു ചിന്താഗതിനെയാണ് എക്സ്പെക്ടൻസി എന്ന് വിളിക്കുന്നത്. പിന്നെ റീഇൻഫോഴ്സ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് കിട്ടാൻ പോകുന്ന ആ സാധനത്തിന് ഞാൻ എന്ത് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു സങ്കല്പം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ UPSC എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ബിഹേവിയർ പൊട്ടൻഷ്യൽ എന്ന് വിചാരിക്കുക. എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് നിങ്ങൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ബിഹേവിയർ പൊട്ടൻഷ്യൽ UPSC എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത. എക്സ്പെക്ടൻസി ഈ ഇയർ എക്സാം എഴുതിയാൽ എനിക്ക് IAS ഓഫീസർ ആകാം എന്നുള്ള ഒരു എക്സ്പെക്ടൻസി. ഓക്കെ, റീഇൻഫോഴ്സ്മെന്റ് വാല്യൂ. IAS ഓഫീസർ ആവുന്നത് എനിക്ക് എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആകുന്നു? കാരണം അവിടെ മണി വരുന്നുണ്ട്, അവിടെ ഒരുപാട് പ്രസ്റ്റീജ് വരുന്നുണ്ട്, അവിടെ ഒരുപാട് സോഷ്യൽ സർവീസിനുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ആ റീഇൻഫോഴ്സ്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വാല്യൂ അല്ലെ, അതിന് ഞാൻ കൊടുക്കുന്ന, അല്ലെങ്കിൽ അത് കിട്ടിയാൽ എനിക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ റീഇൻഫോഴ്സ്മെന്റ് കിട്ടുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളൊരു സംഭവം. ഓക്കെ, ഇതിന്റെ മൂന്നിന്റെയും, അല്ലെങ്കിൽ ഈ 3 വേരിയബിളും പഠിച്ചാൽ നമുക്ക് ഒരാളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ജൂലിയൻ റോട്ടർ പറയുന്നത്. ബിഹേവിയർ പൊട്ടൻഷ്യൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്പെക്ടൻസി ആൻഡ് റീഇൻഫോഴ്സ്മെന്റ് വാല്യൂ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി പെരുമാറാനുള്ള സാധ്യത, ആ വ്യക്തി ആ ഒരു ബിഹേവിയർ ചെയ്താൽ അയാൾക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷന്റെയും ആ കിട്ടുന്ന സാധനം അദ്ദേഹം എത്രത്തോളം വാല്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയുടെയും ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു ബിഹേവിയർ ചെയ്താൽ എനിക്ക് കുറെ നല്ല റീഇൻഫോഴ്സ്മെന്റ് കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഈ റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ നിങ്ങൾക്ക് വാല്യൂബിൾ ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ബിഹേവിയർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഞാൻ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പോലത്തെ ഒരാൾ വന്നിരുന്നു. അപ്പൊ അയാൾ ഇങ്ങനെ വാദോരാതെ അയാളുടെ ജീവിതാനുഭവങ്ങളും അതും ഇതൊക്കെ അറിയാലോ, മോട്ടിവേഷൻ സ്പീക്കേഴ്സ് സംസാരിക്കുന്ന രീതി അറിയാലോ, ആ രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു പോവാണ്. ഓക്കെ, അപ്പോ അദ്ദേഹം ഒരു ടാസ്ക് തന്നത് എന്താന്ന് വെച്ചാൽ, ഞങ്ങൾ കുറെ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പ്ലസ് ടുവില്, ബാച്ചിലുള്ള കുട്ടികൾ മൊത്തം. അപ്പോൾ പബ്ലിക്കായിട്ട് വന്നിട്ട് ഒരു പാട്ട് പാടണം, ആ ഒരു ടാസ്ക് ആണ് തന്നത്. ഓക്കെ, പബ്ലിക്കായിട്ട് വേദിയിൽ വന്നിട്ട്, സ്റ്റേജിൽ വന്നിട്ട് ഒരു പാട്ട് പാടണം എന്നുള്ളൊരു ടാസ്ക് തന്നു. ഓക്കെ, അപ്പോ ആദ്യം എല്ലാരും പോവാനൊന്നും ഇങ്ങനെ മടിച്ചു നിന്നു. കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോണോ പോണ്ടേ, ചമ്മുവോ, പോയാൽ ഞാൻ നാണം കെടുവോ എന്നുള്ള രീതിയിലൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ നിന്നിരുന്നു. പിന്നീട് അയാള് ആദ്യം വന്ന് പാടുന്ന ആൾക്ക് ഞാൻ 500 രൂപ തരും എന്ന് പറഞ്ഞിട്ട് ഒരു 500 രൂപയുടെ നോട്ട് എടുത്തിട്ട് ഇങ്ങനെ വീശി. ഓക്കെ, അപ്പൊ ഒരു കുട്ടി ഓടിപ്പോയിട്ട് ആ കുട്ടിക്ക് അറിയുന്ന രീതിയിൽ പാട്ടുപാടി. അത് വളരെ ബോറ് പാട്ടായിരുന്നു, പാട്ടുകാരനൊന്നല്ല അവൻ, പക്ഷെ അവൻ പോയിട്ട് പാട്ടുപാടി. ഈ റോട്ടറിന്റെ ഇക്വേഷനിൽ ഇതിനെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ബിഹേവിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവൻ ആ വേദിയിൽ പോയിട്ട് പാട്ട് പാടാനുള്ള സാധ്യതയാണ് ബിഹേവിയർ പൊട്ടൻഷ്യൽ അല്ലെ, അവൻ ആ രീതിയിൽ ബിഹേവ് ചെയ്യാനുള്ള സാധ്യത. അത് എന്തിന്റെ ഫംഗ്ഷനാണ്? എക്സ്പെക്ടൻസി. ആദ്യത്തെ ആ ചോദ്യം ചോദിച്ചപ്പോ എന്ത് കിട്ടും എന്നുള്ളൊരു ചിന്ത കുട്ടികളുടെ മനസ്സിലൊക്കെ പോയി. ഓക്കെ, ചിലർ എക്സ്പെക്ട് ചെയ്തത് ഹ്യൂമിലിയേഷൻ, നാണം കെടുന്ന ഒരവസ്ഥയാണ്. ചിലർ എക്സ്പെക്ട് ചെയ്തത് എന്താണ്, ഞാൻ പോയി പാടിയ ആൾക്കാർ കൈയടിക്കോ എന്നുള്ള രീതിയിലാണ്. അപ്പൊ എക്സ്പെക്ടൻസി അവന്റെ മനസ്സിലൂടെ കടന്നുപോയി, ഞാൻ അവിടെ പോയി പാടി എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് കടന്നുപോയി. ഓക്കെ, ഈ പിന്നെ 500 രൂപ നീട്ടിയപ്പോ റീഇൻഫോഴ്സ്മെന്റ് വാല്യൂ, എനിക്ക് കിട്ടാൻ പോകുന്നത് ആ 500 രൂപയാണെന്ന് അവന് ക്ലിയർ ആയിട്ട് മനസ്സിലായി, എക്സ്പെക്ടേഷൻ ക്ലിയർ ആയി. ആ 500 രൂപ അവൻ ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ അവന് വളരെ വിലപ്പെട്ടതായിരുന്നു.
ഞാനിപ്പോ അവിടെ ഒരു ടീച്ചർ എന്ന നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 500 രൂപ എനിക്ക് ചിലപ്പോൾ 500 രൂപ കാട്ടിയാലും ഞാൻ പോയി പാടില്ല. കാരണം അതിന്റെ വാല്യൂ എനിക്ക് കുറവാണ്, എനിക്ക് സാലറി കിട്ടുന്നുണ്ട്. അവനൊരു സ്റ്റുഡന്റ് ആയതുകൊണ്ട് 500 രൂപയ്ക്ക് ഭയങ്കര വാല്യൂ ആണ്. അപ്പൊ അവന്റെ എക്സ്പെക്ടേഷൻ ഞാൻ അവിടെ പോയി പാടിയാൽ എന്ത് കിട്ടും എന്നുള്ളൊരു ചോദ്യത്തിനും ഉത്തരം വന്നു. ആ 500 രൂപയ്ക്ക് ഭയങ്കര വാല്യൂവും കൊടുക്കുന്നുണ്ട് അവൻ. അപ്പൊ അവൻ ഓടിപ്പോയിട്ടൊരു പാട്ട് പാടി, ആ ബിഹേവിയറിൽ ഏർപ്പെട്ടു. ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ചെയ്താൽ എനിക്ക് എന്താണ് ഗുണം, ആ കിട്ടുന്ന നേട്ടം എനിക്ക് എത്രത്തോളം വിലപ്പെട്ടതാണ്, ഈ ഒരു 2 ചിന്താഗതിയിലൂടെ കടന്നു പോയിട്ട് ആൾക്കാർ ഓരോ ബിഹേവിയറിലും ഏർപ്പെടുള്ളൂ എന്നുള്ളൊരു എക്സാമ്പിൾ ആണ്, അല്ലെങ്കിൽ എന്നുള്ളൊരു ആശയമാണ് ജൂലിയൻ റോട്ടർ ഈ ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് ജനറലി അദ്ദേഹത്തിന്റെ തിയറി പറയുന്നതാണ്. ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ തന്നെ കുറെ ആൾക്കാരുടെ തിയറികൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ബിഹേവിയർ പൊട്ടൻഷ്യൽ, ഒരു ബിഹേവിയറിൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യാനുള്ള സാധ്യത, അത് ചെയ്താൽ എനിക്ക് എന്താണ് ഗുണം, എനിക്ക് കിട്ടുന്ന ആ ഗുണത്തിന് ഞാൻ എത്രത്തോളം വില കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തത്. ബി പി ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇ ആൻഡ് ആർ വി, റീഇൻഫോഴ്സ്മെന്റ് വാല്യൂ ആൻഡ് എക്സ്പെക്ടൻസി. അപ്പോൾ ഈ തിയറിയിൽ ഇത്രേ വരുന്നുള്ളൂ. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ 2 കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്തെങ്കിലും ഉദാഹരണ സഹിതം മനസ്സിൽ വെച്ചാൽ മതി. നമ്മുടെ ജോത്സ്യനെ കാണുന്ന വ്യക്തി ഹെൽപ്ലെസ്നെസിന്റെ നേരെ മാർട്ടിൻ, അതെന്താ കൊടുത്തേക്കുന്നത്? മാർട്ടിൻ സെലിഗ്മാൻ എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്നൊക്കെ പറയില്ലേ, അതേപോലെ വേറൊരു വിഭാഗം ഉണ്ട് സൈക്കോളജിയിൽ. അതിലുള്ളൊരു സയന്റിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആണ് സെലിഗ്മാൻ. സെലിഗ്മാൻ ആണ് ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എക്സ്പെരിമെന്റുകളിൽ കുറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നുകൂടെ പറയോ, ഈ ലേൺഡ് ഹെൽപ്ലെസ്? പറയാം. ഓക്കെ, 3 കണ്ടീഷനിലൂടെയാണ് നായ കടന്നു പോയത് എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് പല രീതിയിൽ എക്സ്പെരിമെന്റ് ചെയ്യാട്ടോ, ഞാൻ ജനറലി ചെയ്യുന്ന രീതിയാണ് എടുക്കുന്നത്. ആദ്യത്തെ രീതിയിൽ ഈ ഒരു സൈഡിൽ ഷോക്ക് ഉണ്ട്, മറ്റേ സൈഡിൽ ഷോക്ക് ഇല്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ സൈഡിൽ നിൽക്കുന്ന നായക്ക് ഷോക്ക് അടിക്കുകയാണെങ്കിൽ നായ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കും. അപ്പൊ നായയുടെ കൺട്രോൾ എവിടെയാണ്? ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആണ്. ഞാൻ എന്ത് ചെയ്യണം ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് നായ ചിന്തിക്കുന്നു. ഓക്കെ, സെക്കൻഡ് സ്റ്റേജില്, അപ്പൊ ആ ഫസ്റ്റത്തെ സ്റ്റേജില് നായ ഷോക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ ഡിവിഷൻ ചാടി കടന്നിട്ട് അപ്പുറത്ത് പോയിട്ട് സേഫ് ആയിട്ട് നിൽക്കും. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ രണ്ടിടത്തും ഷോക്ക് കൊടുക്കുകയാണ്. ഓക്കെ, രണ്ടിടത്തും ഷോക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ പ്ലേസ് ചെയ്യുന്ന നായ വീണ്ടും ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോളിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കും. ഓക്കെ, എന്നിട്ട് നായ അപ്പുറത്തേക്ക് ചാടി കിടക്കുമ്പോൾ അവിടെയും ഷോക്ക്. അപ്പൊ നായ വീണ്ടും ചിന്തിക്കും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പൊ നായ തിരിച്ചു ചാടുമ്പോൾ അവിടെയും ഷോക്ക്. അപ്പൊ ഈ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ മെല്ലെ മെല്ലെ എക്സ്റ്റേണലിലേക്ക് പോവാണ്. ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എനിക്ക് ഷോക്ക് അടിക്കും, ഞാൻ ഷോക്ക് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ നായയുടെ ആറ്റിറ്റ്യൂഡ് മാറും. അപ്പൊ ഈ നായ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ, ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ എടുക്കാം, അവിടെ ഇങ്ങനെ നായ റെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കിടക്കും. ഷോക്ക് അടിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അനുഭവിച്ചിട്ട് ഇങ്ങനെ കിടക്കും. ഓക്കെ, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ ഇങ്ങനെ കിടക്കും. തേർഡ് സ്റ്റേജിൽ നമ്മൾ ഇവിടുത്തെ ഷോക്ക് ഓഫ് ആക്കുകയാണ്. ഓക്കെ, എന്നിട്ട് ഇവിടെ മാത്രം ഷോക്ക് കൊടുക്കുകയാണ്. അപ്പൊ നായക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്തതുപോലെ ഇങ്ങോട്ടൊന്ന് എടുത്ത് ചാടിയാൽ മതി, ഷോക്ക് അടിക്കില്ല. പക്ഷെ നായ സെക്കൻഡ് കണ്ടീഷനിലൂടെ കടന്നു പോയത് കൊണ്ട് കംപ്ലീറ്റ് ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോള് എക്സ്റ്റേണലിലേക്ക് പോയി. അതുകൊണ്ട് നായയുടെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്താലും എന്താണ്, ഒന്നും നടക്കില്ല, ഷോക്ക് പോവില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് നായ നിൽക്കുന്നത്. ശരിക്കും വാസ്തവം അതല്ലല്ലോ. നായ ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വെച്ചാൽ ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ നായ ചിന്തിക്കുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഷോക്ക് അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സേഫ് സിറ്റുവേഷൻ ഉണ്ടായിട്ട് കൂടി നായ വീണ്ടും ഷോക്ക് അടിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് അനുഭവിച്ചിട്ട് സഹിച്ചിട്ട് അവിടെ തന്നെ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കും. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ നായ എക്സ്പീരിയൻസ് ചെയ്തത് ഹെൽപ്ലെസ്നെസ് ആണ്, എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയാണ്. പക്ഷെ തേർഡ് സ്റ്റേജിൽ ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ്. സെക്കൻഡ് സ്റ്റേജിൽ പഠിച്ച ഹെൽപ്ലെസ്നെസ് ബാക്കിയുള്ള സിറ്റുവേഷനിലേക്കൊക്കെ നായ ഇങ്ങനെ അപ്ലൈ ചെയ്യാണ്. ശരിക്കും അത് റിയാലിറ്റീനെ റെപ്രസെന്റ് ചെയ്യുന്നതാകണമെന്നില്ല എന്ന് കാണിക്കുന്നു. അതുകൊണ്ടാണ് അവിടെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നുള്ള വാക്ക് കൊടുത്തത്. മനസ്സിലായോ? റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കാം. ചോദിച്ചോളൂ സാർ. ഇപ്പൊ ഇതില് പറഞ്ഞത് ഇന്റേണൽ എക്സ്റ്റേണൽ ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമല്ല, അപ്പൊ തിരിച്ച് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഇന്റേണലോട്ട് അങ്ങനെ വരാൻ സിറ്റുവേഷൻ ഉണ്ടോ?
സിറ്റുവേഷൻ ഉണ്ട്. ഇപ്പൊ ഈ നായക്ക് കൊടുക്കുന്ന ഷോക്കിന്റെ ഇന്റൻസിറ്റി നമ്മൾ കുറച്ച് കൂട്ടി എന്ന് വിചാരിക്കുക. സഹിക്കാൻ പറ്റാത്ത ഷോക്കാണ് കൊടുക്കുന്നത്. നായ അറിയാതെ അപ്പുറത്തേക്ക് ഒന്ന് കാല് വെച്ചു, തേർഡ് സ്റ്റേജില്. ഓക്കെ, അപ്പുറത്തേക്ക് ഒന്ന് കാല് വെച്ചപ്പോ അവിടെ വീണ്ടും ഷോക്ക് ഇല്ലാന്ന് നായ്ക്ക് മനസ്സിലായ പിന്നെ നായ അങ്ങോട്ട് ചാടും. അപ്പോ എന്താ പറയാ, നമ്മുടെ സ്കില്ല് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വന്നു. നമ്മൾ ആ സ്കില്ല് നല്ല രീതിയിൽ കാഴ്ചവെച്ചു വെച്ചാൽ ഈ എക്സ്റ്റേണൽ വീണ്ടും ഇന്റേണലിലേക്ക് തന്നെ ആവാം. മനസ്സിലായില്ലേ? ഓക്കെ സർ. അങ്ങനെ തിരിച്ചും സംഭവിക്കാം. അപ്പൊ പറയുന്നത് ഇത്രേ ഉള്ളൂ, എന്ത് സംഭവിച്ചാലും നമ്മുടെ മൈൻഡിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർ, ഈ എക്സ്പെരിമെന്റ് റോട്ടറുമായിട്ട് അപ്പൊ ബന്ധമില്ലല്ലേ? മീൻസ് വേറൊരാളാണ് ഇത് ഈ എക്സ്പെരിമെന്റ് ചെയ്തത് അല്ലേ? അതെ അതെ, അത് ആ ലോക്കസ് ഓഫ് കൺട്രോളിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാന്നേ ഉള്ളൂ. അല്ലാതെ റോട്ടറിന്റെ തിയറി ബേസ് ചെയ്തിട്ട് നടത്തിയൊരു എക്സ്പെരിമെന്റ് ആണ്, റോട്ടറിന്റെ സംഭാവനയൊന്നുമല്ല. ഓക്കെ. ഓക്കെ, ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലാസ്റ്റ് തിയറിയിലേക്ക് പോകാം. സോഷ്യോ കോഗ്നിറ്റീവ് തിയറിയിൽ നിങ്ങൾക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളത് ആൽബർട്ട് ബാൻഡുറയാണ്. ആൽബർട്ട് ബാൻഡുറ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറിയെക്കാളും കുറച്ചും കൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നു, അല്ല, കുറച്ചും കൂടി സമകാലികമായിട്ടുള്ള വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തിയറിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കുറേ മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഒരു ചർച്ചയാണ്. സാധാരണയായിട്ട് ഈ സിനിമകളിലൊക്കെ വയലൻസ് വരുന്നുണ്ട് അല്ലെ, കൈ വെട്ടുന്നു, തല വെട്ടുന്നു, കാല് വെട്ടുന്നു. ഇത് കാണുന്ന ആളുകളിൽ വയലന്റ് ടെൻഡൻസീസ് ഇത് ഉണ്ടാക്കുമോ എന്നുള്ളൊരു ചോദ്യം സാധാരണയായിട്ട് മാധ്യമങ്ങളിലൊക്കെ ചോദിക്കാറില്ലേ. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ബാൻഡുറയുടെ ഒരു എക്സ്പെരിമെന്റിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷിക്കാം. ഓക്കെ, പൂർണ്ണമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ ചെറിയ രീതിയിലെങ്കിലും അതൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഈ തിയറിയിലൂടെ. സോ ആൽബർട്ട് ബാൻഡുറയുടെ പേഴ്സണാലിറ്റി കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു കനേഡിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഒരു പ്രൊഫസറാണ്. അദ്ദേഹം ഒരു ഇമിഗ്രന്റ് ആയിരുന്നു. ജനിച്ചത് വളർന്നതൊന്നും കാനഡയിലല്ല. അദ്ദേഹം പോളണ്ടിൽ നിന്ന് കുടിയേറി വന്ന ഒരു കുടുംബത്തോടൊപ്പം വന്നൊരു കുട്ടിയാണ്. അപ്പൊ ഈ ബാൻഡുറയുടെ എന്താ പറയാ ഒരു സ്ട്രഗിൾ ആയിരുന്നു പഠിച്ച് നല്ല രീതിയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ലൈഫിലുണ്ട്. അപ്പോൾ രക്ഷപ്പെടാനുള്ളൊരു മാർഗം എഡ്യൂക്കേഷൻ. അപ്പൊ ഞാൻ പഠിച്ചാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മുടെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ കുറച്ച് അധികമുള്ള ആളായിരുന്നു ആൽബർട്ട് ബാൻഡുറ. ആ ഒരു രീതിയിലൂടെ കടന്നു പോയിട്ട് അദ്ദേഹം അവസാനം സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ പ്രൊഫസറൊക്കെ ആയിരുന്നു. അടുത്താണ് മരിച്ചത്, 3 കൊല്ലം മുന്നെയാണ് മരിച്ചത്, 2021. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് നമ്മൾ സാധാരണ ഫിസിക്സും കെമിസ്ട്രി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആൾക്കാരുടെ തിയറീസ് ഒക്കെ ആയിരിക്കും പഠിക്കുക. സൈക്കോളജി പഠിക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആ തിയറീസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരിൽ പലരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ അവരുടെ യൂട്യൂബ് വീഡിയോസ്, ലൈവ് ടോക്സ് ഒക്കെ നമുക്ക് കേൾക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി കിട്ടും. അങ്ങനെ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ബാൻഡുറ. അദ്ദേഹത്തിന്റെ മരണം വലിയ ഷോക്കിംഗ് ന്യൂസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണ് ബാൻഡുറ. ബാൻഡുറയുടെ തിയറിനെ നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് വിളിക്കും, സോഷ്യോ കൊഗ്നിറ്റീവ് ലേണിംഗ് തിയറി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഒബ്സർവേഷണൽ ലേണിംഗ് എന്നും വിളിക്കും. 3 രീതിയിൽ റെഫർ ചെയ്യാറുണ്ട്. സോഷ്യൽ ലേണിംഗ്, അതായത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കുട്ടി നിരീക്ഷിച്ചു പഠിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. സോഷ്യോ കൊഗ്നിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കുട്ടി മനസ്സിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു, അത് വെച്ചിട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ സോഷ്യോ കോഗ്നിറ്റീവ് ലേണിംഗ് എന്ന് വിളിക്കാറുണ്ട്. പിന്നെ ഒബ്സർവേഷണൽ ലേണിംഗ്, അതാണ് അദ്ദേഹത്തിന്റെ തിയറിയുടെ അടിസ്ഥാനമായിട്ട് വരുന്നത്. സോ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവേഷണൽ ലേണിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ലേണിംഗ് ബൈ ഒബ്സർവിംഗ് സംവൺസ് ബിഹേവിയർ. മറ്റൊരു വ്യക്തിയുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ലേൺ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഒബ്സർവേഷണൽ ലേണിംഗ് അല്ലെ. നമ്മൾ സാധാരണ ഇമിറ്റേഷൻ എന്ന് പറയും. ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കാണിക്കുന്നത് എന്തോ അത് അതേപോലെ തന്നെ നമ്മൾ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇമിറ്റേഷൻ. ഇവിടെ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷനിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു സംഭവം അല്ല എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കുക. സാധാരണയായിട്ട് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യാറുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, നമ്മൾ ഇമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ കാർ ഇങ്ങനെ ഓടിച്ചു പോവാണ്, അയാളുടെ പുറകിൽ മറ്റൊരു കാർ ഓടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പൊ മുന്നിലെ കാറിൽ പോകുന്ന വ്യക്തി ഒരു കുണ്ടിൽ ചാടി, ഒരു കുഴിയിൽ ചാടി. ഓക്കെ, അപ്പൊ കുഴിയിൽ ചാടി ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പുറകിൽ വരുന്ന കാറും അതേ കുഴിയിൽ ചാടും. അതാണ് ഇമിറ്റേഷൻ. ഒരാൾ എന്ത് ചെയ്യുന്നു അത് അതേപോലെ ചെയ്യുന്നതാണ് ഇമിറ്റേഷൻ. ഒബ്സർവേഷണൽ ലേണിംഗിൽ ഇമിറ്റേഷൻ വരും,
ചിലപ്പോൾ ചെയ്യാതിരിക്കുന്നതും വരും. അതായത് ഈ മുന്നത്തെ കാറ് ആ കുഴിയിൽ ചാടുന്നത് കണ്ടിട്ട് പുറകിലെ ഡ്രൈവർ കുഴി വെട്ടിച്ചു മാറ്റുകയാണ്. അവിടെ നടക്കുന്നതും ഒബ്സർവേഷൻ ലേണിംഗ് ആണ്, പക്ഷെ ഇമിറ്റേഷൻ അല്ല. സോ ഇമിറ്റേഷന്റെ കൺസെപ്റ്റ് നാരോ ആണ്. ഒബ്സർവേഷൻ ലേണിംഗിൽ ഇമിറ്റേഷനും വരും. അതിനുപരി മറ്റൊരു ലേണിംഗ് തലം കൂടി ഒബ്സർവേഷൻ ലേണിംഗിൽ ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. അതെന്താണെന്ന് നമുക്ക് തിയറി പഠിക്കുമ്പോൾ മനസ്സിലാവും. സോ ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ മിയർ ഇമിറ്റേഷൻ, ഒരാൾ ചെയ്യുന്നത് റോബോട്ട് പോലെ അതേപോലെ ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ട് അതിനെ ഇംപ്രവൈസ് ചെയ്യുന്നതും ഒബ്സർവേഷൻ ലേണിംഗ് തന്നെയാണ്. ഓക്കെ, ഇനി ഇതൊരു ബ്രേക്ക് ത്രൂ ആണ്. ഞാൻ പറഞ്ഞ പോലെ കൊഗ്നിറ്റീവ് റെവല്യൂഷൻ, ഈ കൊഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് ഉയർന്നു വന്നപ്പോൾ വന്ന ഒരു തിയറിയാണ് ഈ സോഷ്യൽ ലേണിംഗ് തിയറി, അതിൽ ഒബ്സർവേഷണൽ ലേണിംഗ് എന്ന് പറയുന്നത്. ആ സമയത്ത് ബിഹേവിയറിസം ആണ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. 40കളിലും 50കളിലൊക്കെ അക്കാഡമിക് സൈക്കോളജി അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള സൈക്കോളജി മേഖല സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയും MITയും അതേപോലത്തെ പോപ്പുലർ ആയിട്ടുള്ള അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവ് ആണ്. അവിടെ റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് വഴി വെച്ചിട്ടാണ് ഫുൾ പഠനങ്ങൾ നടക്കുന്നത്, അല്ലെ? നമ്മൾ പറഞ്ഞു എലികളില്, പൂച്ചകളില്, പ്രാവുകളിലൊക്കെ എക്സ്പെരിമെന്റുകൾ, എന്നിട്ട് അതേ സാധനം മനുഷ്യരിലേക്ക് അപ്ലൈ ചെയ്യും. ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു തിയറി ആയിരുന്നു ആൽബർട്ട് ബാൻഡുറയുടെ തിയറി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിയറിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ലേണിംഗ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് ഇല്ലാതെ നടക്കാം. ഒരു ഔട്ട്കം എനിക്ക് കിട്ടാതെ, ഒരു മിഠായി എനിക്ക് കിട്ടാതെ, എനിക്ക് ഗുണമുള്ള ഒന്നും കിട്ടാതെ തന്നെ ലേണിംഗ് നടക്കാം. എങ്ങനെ നടക്കും? ഒബ്സർവേഷനിലൂടെ. ജസ്റ്റ് മറ്റൊരാൾ ചെയ്യുന്നത് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി, എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു തിയറി. ഓക്കെ, ഈ റീഇൻഫോഴ്സ്മെന്റിനെ വൈക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കും. വൈക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹിഡൻ റീഇൻഫോഴ്സ്മെന്റ്, ഒളിഞ്ഞു കിടക്കുന്ന റീഇൻഫോഴ്സ്മെന്റ്. നമ്മളൊരു കുട്ടി ഹോംവർക്ക് ചെയ്താൽ മിഠായി കൊടുക്കുകയാണെങ്കിൽ ആ മിഠായി ഒളിഞ്ഞു കിടക്കുന്ന സംഭവമല്ല, അത് നമ്മൾ മിഠായി കൊടുക്കുന്ന സംഭവമാണ്, എല്ലാവർക്കും കാണാൻ പറ്റും. ഈ ഒബ്സർവേഷണൽ ലേണിംഗിൽ കിട്ടുന്ന റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ നടക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ആണ്, അത് ഹിഡൻ ആണ്, വൈക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. ആ ഒരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. സോ അതായത് നമ്മൾ മറ്റൊരു വ്യക്തിയെ നിരീക്ഷിക്കുമ്പോൾ learning or strengthening a behavior by observing the behavior of others and the consequences of that behavior rather than experiencing the reinforcement or consequences directly. നമ്മുടെ കുട്ടി ഹോംവർക്ക് ചെയ്യുമ്പോൾ മിഠായി കൊടുക്കുന്ന അതേ ഒരു പെർസ്പെക്റ്റീവിൽ, അതൊരു ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവ് അല്ലേ? മിഠായി കിട്ടിയത് കൊണ്ട് കുട്ടി വീണ്ടും വീണ്ടും ഹോംവർക്ക് ചെയ്യുന്നു. ആ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒബ്സർവേഷണൽ ലേണിംഗ് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഒരു കുട്ടി ഹോംവർക്ക് ഇരുന്ന് ചെയ്യുന്നു. ആ കുട്ടി ഹോംവർക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ അച്ഛൻ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അമ്മ പോയിട്ട് മിഠായി കൊടുക്കുന്നു, നന്നായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. ഇതൊരു റീഇൻഫോഴ്സ്മെന്റ് ആണ്. ഓക്കെ, ഇത് ഒബ്സർവ് ചെയ്യുന്ന മറ്റൊരു കുട്ടിയുണ്ട്, ഒരു സിബ്ലിംഗ് ഉണ്ട് എന്ന് വിചാരിക്കാം, അനിയനോ അനിയത്തിയോ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോ ഈ കുട്ടി അനിയനോ അനിയത്തിക്കോ മിഠായി കിട്ടുന്നുണ്ടോ? റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോ അനിയനോ അനിയത്തിയോ ഹോംവർക്ക് ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ ബിഹേവിയറിസ്റ്റിക് പെർസ്പെക്റ്റീവ് പ്രകാരം? ഇല്ല. അവിടെ റീഇൻഫോഴ്സ്മെന്റ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഹോംവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ കുട്ടി നോക്കുമ്പോ എന്റെ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ സിബ്ലിങ് ഹോംവർക്ക് ചെയ്യുമ്പോൾ അവന് മിഠായി കിട്ടുന്നുണ്ട്. സോ കോൺസിക്വൻസ് കുട്ടി മനസ്സിലാക്കി, ഇന്ന കാര്യം ചെയ്താൽ ഇന്നത് കിട്ടും എന്നുള്ളത് കുട്ടിക്ക് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടാതെ കുട്ടി മനസ്സിലാക്കി എടുക്കാണ് ഒബ്സർവേഷനിലൂടെ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് ആ കുട്ടി ചിലപ്പോ അച്ഛനോ അമ്മയോ നിർബന്ധിക്കാതെ, പ്രത്യേകിച്ച് റീഇൻഫോഴ്സ്മെന്റ് ഒന്നും കിട്ടാതെ ജസ്റ്റ് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കി എടുത്തിട്ട് അടുത്ത തവണ സ്വന്തം ഇഷ്ടപ്രകാരം ഹോംവർക്ക് ചെയ്തേക്കാം എന്നുള്ളൊരു ആശയമാണ് ഒബ്സർവേഷൻ ലേണിംഗിൽ വരുന്നത്. അപ്പൊ ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, മറ്റൊരു വ്യക്തി ചെയ്യുന്നത് കണ്ടാലും മതി. ഓക്കെ, മറ്റൊരു വ്യക്തി ചെയ്യുമ്പോൾ അവർക്ക് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നുണ്ട് എന്ന് കണ്ടാലും മതി. ഇനി റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പോലും ഈ ഒബ്സർവേഷണൽ ലേണിംഗ് നടക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ചേട്ടൻ ഹോംവർക്ക് ചെയ്യുന്നത് കണ്ടാൽ മാത്രം മതി, അമ്മ മിഠായി കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പോലും നടക്കണ്ട എന്നുള്ള രീതിയിലേക്ക് പിന്നീട് ഈ തിയറിയുടെ വേറെ വശങ്ങൾ വന്നിട്ടുണ്ട്. സോ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, വൈക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തി ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് കിട്ടുന്ന കോൺസിക്വൻസ് കണ്ടാലും നമുക്ക് എന്താ പറയാ, ലേണിംഗ് നടക്കും, ഒബ്സർവേഷനിലൂടെ ലേണിംഗ് നടക്കും, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല എന്നുള്ള ഒരു ആശയമാണ് വൈക്കേരിയസ് റീഇൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഹിഡൻ റീഇൻഫോഴ്സ്മെന്റിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് മോഡലിംഗ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബിഹേവിയർ മോഡിഫിക്കേഷൻ ടെക്നിക് ദാറ്റ് ഇൻവോൾവ്സ് ഒബ്സർവിംഗ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. അതായത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റം ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്നത് മോഡലാണ്. ഓക്കെ, മോഡൽ എന്നുള്ള വാക്കുകൊണ്ടാണ് അയാളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്നത് എന്താണോ അത് നമ്മൾ തന്നെ ചെയ്യുന്നതിനെയാണ് പറയുന്നത് മോഡലിംഗ്. ഇപ്പൊ ഈ കുട്ടി ചേട്ടൻ ഹോംവർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് കുട്ടി ഹോംവർക്ക് ചെയ്യുകയാണെങ്കിൽ ചേട്ടൻ അവിടെ ഒരു മോഡലാണ്. മോഡലിംഗ് എന്നുള്ള പ്രോസസ്സ് വഴിയാണ് ഈ കുട്ടി ഒബ്സർവേഷൻ ലേണിംഗ് പഠിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇങ്ങനെ ഹോംവർക്ക് ചെയ്യണം എന്നുള്ള കാര്യം പഠിച്ചെടുക്കുന്നത്. അപ്പോൾ
ഈ കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മോഡലിംഗ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. കൃത്യമായിട്ടുള്ള ഒരു മോഡലിനെ കൊടുത്തിട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കുട്ടികളെ പല കാര്യങ്ങളും പഠിപ്പിക്കാം എന്നുള്ളൊരു മീനിങ് കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ആരാണോ ചെയ്യുന്നത് അവനെ വിളിക്കുന്ന പേരാണ് മോഡൽ. ഓക്കെ. ഇനി ബാൻഡുറയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ട് വരുന്ന എക്സ്പെരിമെന്റ് ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ഒരുപാട് ചർച്ചകൾക്കും വിവാദങ്ങൾക്കൊക്കെ വഴിതിരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാരണമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് കൂടിയായിരുന്നു ബോബോഡോൾ എക്സ്പെരിമെന്റ്. ഈ ബോബോഡോൾ എക്സ്പെരിമെന്റിൽ എന്താണ് ചെയ്തത് എന്ന് നോക്കിയാൽ ഈ ബാൻഡുറയുടെ തിയറി എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. ബോബോഡോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഫ്ലേറ്റബിൾ പ്ലാസ്റ്റിക് ഫിഗർ അബൌട്ട് 4 feet ടോൾ. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഈ ആടി കളിക്കുന്ന ബൊമ്മ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു 4 അടി ഉയരുണ്ടാവും, കാറ്റൊക്കെ നിറച്ച് വെച്ചിട്ടുള്ള ഒരു ബൊമ്മ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഇങ്ങോട്ടേക്കും ഇങ്ങനെ ആടി കളിക്കും. അത്തരത്തിലുള്ള ഒരു ബൊമ്മയാണ് നമ്മൾ ബോബോഡോൾ എന്നുള്ള പേര് കൊണ്ട് വിളിക്കുന്നത്. ഓക്കെ. ഈ ബോബോഡോൾ എക്സ്പെരിമെന്റിൽ എന്താ കാണിക്കുന്നത് എന്ന് വെച്ചാൽ 3 ഗ്രൂപ്പായിട്ട് കുട്ടികളെ തിരിക്കുകയാണ്. കുറച്ച് കുട്ടികളെ, അതായത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പ്രായമുള്ള കുട്ടികൾ, ഒരു 4 വയസ്സ് 5 വയസ്സ് 6 വയസ്സൊക്കെ ഉള്ള കുട്ടികളെ നമ്മൾ 3 ഗ്രൂപ്പായിട്ട് തിരിക്കുകയാണ്. ഓക്കെ. ഈ 3 ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് നമ്മളൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. വീഡിയോയിൽ എന്താണ്? ഫസ്റ്റത്തെ ഈ സ്ലൈഡിൽ ഒരു സ്ത്രീ ബോബോഡോളിനെ ചവിട്ടുന്നു, തല്ലുന്നു, എടുത്ത് വലിച്ചെറിയുന്നു. ഈ ഒരു ചിത്രമാണ് നമ്മൾ ഈ 3 ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും കാണിക്കുന്നത്. ഓക്കെ. ഈ ഒരു വീഡിയോ 3 ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ടിവിയിൽ ഇട്ടിട്ട് ഈ ഒരു ബോബോഡോളിനെ ഒരു സ്ത്രീ വന്നിട്ട് അടിക്കുന്നതും ചവിട്ടുന്നതും എടുത്തെറിയുന്നതൊക്കെ നമ്മൾ ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ ഈ ഗ്രൂപ്പില് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ കണ്ട വീഡിയോയില് ഈ ബോബോഡോളിനെ ആക്രമിച്ച ശേഷം ആ സ്ത്രീക്ക് എന്തെങ്കിലും റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ടാവും. റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക്, ആ സ്ത്രീക്ക് എന്തെങ്കിലും പൈസയോ മിഠായിയോ പലഹാരങ്ങളൊക്കെ കൊടുക്കുന്ന പോലെ ആയിരിക്കും ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ വീഡിയോ കാണുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ വീഡിയോ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഈ സ്ത്രീ ആ ബോബോഡോളിനെ ആക്രമിച്ച ശേഷം എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുന്ന രീതിയിൽ, പണിഷ്മെന്റ് എന്തെങ്കിലും ശകാരിക്കുകയോ തല്ലുകയോ ചീത്ത പറയുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ചിൽഡ്രന് കാണിക്കുന്നത്. തേർഡ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കാണിക്കുന്നത് റീഇൻഫോഴ്സ്മെന്റും ഇല്ല പണിഷ്മെന്റും ഇല്ല, ജസ്റ്റ് അവർ ആ ബോബോഡോളിനെ ആക്രമിക്കുന്ന വീഡിയോ മാത്രം. അതിനുശേഷം എന്തുണ്ടായി എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസിക്വൻസും കാണിക്കുന്നില്ല. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ ബോബോഡോളിനെ ആക്രമിച്ച ശേഷം സ്ത്രീക്ക് ഒരു റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്നു. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ കണ്ട വീഡിയോയിൽ ബോബോഡോളിനെ ആക്രമിച്ച ശേഷം സ്ത്രീക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു. മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ കണ്ട വീഡിയോ പ്രകാരം ഈ ബോബോഡോളിനെ ആക്രമിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ, കോൺസിക്വൻസസ് ഒന്നുമില്ല, റീഇൻഫോഴ്സ്മെന്റും ഇല്ല പണിഷ്മെന്റും ഇല്ല. അപ്പൊ ബാൻഡുറ നിരീക്ഷിച്ചത് ഈ വീഡിയോ ഈ 3 ഗ്രൂപ്പിലുള്ള കുട്ടികളെയും എത്രത്തോളം ആണ് സ്വാധീനിക്കുന്നത്, എത്രത്തോളമാണ് ഒബ്സർവേഷണൽ ലേണിംഗ് നടക്കുന്നത് എന്നാണ് ഈ ബോബോഡോൾ എക്സ്പെരിമെന്റിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോ വളരെ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയാണ് എന്താ പറയുക ഇവിടെ കാര്യങ്ങൾ നടന്നത്. ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്ന വീഡിയോ കണ്ട ഗ്രൂപ്പിലെ കുട്ടികളാണ് പിന്നീട് ഈ ബോബോഡോൾ ഉള്ള ഒരു റൂമിലേക്ക് അവരെ കടത്തിവിട്ടപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണിക്കുന്നത് പോലെ ഏറ്റവും കൂടുതൽ വയലൻസ് കാണിച്ചത്. അവരെ വീഡിയോയിൽ കണ്ട കാര്യം അതേപോലെ ബോബോഡോളിന്റെ മേല് കാണിക്കാൻ തുടങ്ങി. ഓക്കെ. ചവിട്ടുന്നതും അടിക്കുന്നതും എടുത്തെറിയുന്നതൊക്കെ കാണിക്കാൻ തുടങ്ങി. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ, റീഇൻഫോഴ്സ്മെന്റ് കിട്ടുന്ന വീഡിയോ കണ്ട കുട്ടികൾ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് വയലൻസ് കാണിക്കാൻ തുടങ്ങി. സെക്കൻഡ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ പണിഷ്മെന്റ് ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. അവരും അതിലെ ചില കുട്ടികളും ഇതേപോലെ വയലൻസ് കാണിച്ചിട്ടുണ്ട്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഫസ്റ്റ് ഗ്രൂപ്പിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരുന്നു അവർ കാണിച്ച വയലൻസ്. ഓക്കെ. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ പണിഷ്മെന്റ് കണ്ടതുകൊണ്ട് അവരുടെ മനസ്സിലൊരു പേടിയുള്ളത് കൊണ്ടായിരിക്കാം അവര് ആ ബോബോഡോളിന്റെ മേലെ അത്രത്തോളം അഗ്രസീവ്നെസ് കാണിച്ചില്ല. ഓക്കെ. ഇനി റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും കിട്ടാത്തൊരു തേർഡ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. ഈ തേർഡ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ശരിക്കും അവിടെ റീഇൻഫോഴ്സ്മെന്റും ഇല്ല പണിഷ്മെന്റും കാണുന്നില്ല വീഡിയോയില്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക അവര് വയലൻസേ കാണിക്കരുത് അല്ലെ, ഒന്നും കാണിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ അല്ലേ കാണിക്കേണ്ടത്, കാരണം കോൺസിക്വൻസിനെ കുറിച്ച് അവർക്ക് അറിയില്ലല്ലോ. പക്ഷെ അവരും വയലൻസ് തന്നെയാണ് കാണിക്കുന്നത് ചെറിയ രീതിയിൽ. അതായത് ഈ പണിഷ്മെന്റ് കിട്ടിയ ഗ്രൂപ്പിന്റെ നടുവിൽ വരും. റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയ ആൾക്കാരെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നു, പണിഷ്മെന്റിന്റെ വീഡിയോ കണ്ട ആൾക്കാരെ ഏറ്റവും കുറവ് കാണിക്കുന്നു. അതിന്റെ ഏകദേശം സെൻട്രൽ ആയിട്ട് വരും ഈ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും കാണിക്കാത്ത വീഡിയോ കണ്ട കുട്ടികൾ. സോ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഒബ്സർവേഷൻ ലേണിംഗ് 3 ഗ്രൂപ്പിലും നടക്കുന്നുണ്ട്. റീഇൻഫോഴ്സ്മെന്റ് കിട്ടിയ ഗ്രൂപ്പില് ഇങ്ങനെ ചെയ്താൽ എനിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയാണ് കുട്ടികളുടെ മനസ്സിലൂടെ പോകുന്നത്. അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ വയലൻസ് കാണിക്കും.
പണിഷ്മെന്റ് കിട്ടിയ ഗ്രൂപ്പിൽ ഉള്ള കുട്ടികൾ ഇങ്ങനെ ചെയ്താൽ എനിക്ക് പണി വരും, എനിക്ക് ചീത്ത കേൾക്കും, മടി കിട്ടും എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് വരുന്നത്. അതുകൊണ്ട് അവര് ഏറ്റവും കുറവ് വയലൻസ് കാണിക്കും. റീഇൻഫോഴ്സ്മെന്റും ഇല്ല പണിഷ്മെന്റും ഇല്ലാത്ത കുട്ടികൾ എന്താ പറയാ, ആസ് എക്സ്പെക്ടഡ് അവർക്ക് എന്താണ് ഉണ്ടാവുക എന്നറിയില്ല, പക്ഷെ ഈ വീഡിയോ കണ്ട സാധനം അവരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൗതുകത്തിൽ അവര് വയലൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ 3 തലത്തിൽ വയലൻസ് വന്നു. പക്ഷെ ഇമ്പോർട്ടന്റ് പോയിന്റ്, ഒരു വീഡിയോയിൽ നിന്ന് തന്നെ വയലൻസ് കുട്ടികളിലേക്ക് എത്തി. 3 കണ്ടീഷനിലും കുട്ടികളിലേക്ക് വയലൻസ് എത്തി. അപ്പൊ ഇത് വിവാദമാവാൻ കാരണം ഈ സിനിമകൾ കുട്ടികളെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ ഗെയിമിലുള്ള വയലൻസ് കുട്ടികളുടെ മുന്നിലേക്കൊക്കെ കൊടുക്കുമ്പോൾ ഇത് കുട്ടികളെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കുട്ടികൾ ഭാവിയിൽ ഒരു ക്രിമിനലായി മാറിയാലോ ജസ്റ്റ് ഒബ്സർവേഷൻ ലേണിംഗിലൂടെ എന്നുള്ള രീതിയിലേക്കൊക്കെ ചർച്ചകൾ പോവാൻ കാരണമായിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ ബോബോഡോൾ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പോ അതാണ് ഒരു എന്താ പറയാ മൊമെന്ററി ആയിട്ട് അതേപോലത്തെ ഒരു സിറ്റുവേഷൻ റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കുട്ടികൾക്ക് കൊടുത്തപ്പോൾ അവർ ആ വീഡിയോയിൽ നിന്ന് കണ്ട കാര്യങ്ങൾ പഠിച്ചിട്ട് അത് അതേപോലെ തന്നെ ചെയ്തു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. സോ ബോബോഡോൾ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ അതായിരുന്നു, ഒബ്സർവേഷനിലൂടെ ലേണിംഗ് നടക്കും. അത് ഏറ്റവും കൂടുതൽ എന്താ പറയാ കുട്ടികളെ സ്വാധീനിക്കാൻ നല്ല സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വയലൻസ് പോലത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ സ്വാധീനിക്കാൻ നല്ല രീതിയിൽ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും ചോദ്യം വരാം, മോഡലിംഗ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്, മോഡൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കുട്ടികൾ അനുകരിക്കുന്നത്. അപ്പൊ മോഡലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏത് തരത്തിലുള്ള മോഡലുകളാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തോതിനെ ബാധിക്കുമോ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും ബാധിക്കുമോ എന്ന് മെഷർ ചെയ്ത പോലെ തന്നെ മോഡൽ ആണാണോ പെണ്ണാണോ, മോഡല് എന്താ ആനിമേറ്റഡ് ആണോ, റിയൽ ലൈഫിലുള്ള വ്യക്തിയാണോ, വീഡിയോ ആണോ കാണുന്നത്, റിയൽ ലൈഫിലാണോ കാണുന്നത്, ഇതൊക്കെ എത്രത്തോളം ഈ ഒബ്സർവേഷണൽ ലേണിങ്ങിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സ്ലൈഡിൽ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റത്തെ പോയിന്റ്, മോഡൽസ് ഹു ആർ ലൈക്ക് അസ് ആണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. നമ്മളോട് സിമിലാരിറ്റി ഉള്ള മോഡലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. അതായത് ആൺകുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ചിലപ്പോൾ എന്താ പറയാ ഏജ് ആൻഡ് സെക്സ് സിമിലർ ആയിട്ടുള്ള മോഡൽസ് ആയിരിക്കും. ഓക്കെ, ആൺകുട്ടികൾ തന്നെയായിരിക്കും. പെൺകുട്ടികളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ സാധ്യത പെൺകുട്ടികൾ ഉള്ള മോഡൽസ് തന്നെയായിരിക്കും, സ്ത്രീകളായിട്ടുള്ള മോഡൽസ് തന്നെയായിരിക്കും. ഇനി ഇത് നോക്കി നോക്ക്, ലൈവ് മോഡലാണ് അനിമേറ്റഡ് ക്യാരക്ടറിനേക്കാളും ഇമിറ്റേഷൻ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ വയലൻസ് ഉണ്ടാക്കിയത് എന്ന്. അതായത് ആ വീഡിയോ നമ്മൾ പറഞ്ഞല്ലോ, ബോബോഡോളിനെ ആക്രമിക്കുന്ന വീഡിയോ, അതില് നമ്മളൊരു ഗ്രൂപ്പിന് ലൈവായിട്ട്, അതായത് റിയൽ ആയിട്ട്, ലൈവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ തന്നെ, ഓക്കെ, ഒരു സ്ത്രീയോ അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ, മനുഷ്യരൂപം തന്നെ ഒരു ബോബോഡോളിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് നമ്മൾ കാണിച്ചു കൊടുത്തതെന്ന് വിചാരിച്ചോ. സെക്കൻഡ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് നമ്മൾ അനിമേറ്റഡ് ക്യാരക്ടർ, കാർട്ടൂണിലുള്ള ആരെങ്കിലും വയലൻസ് കാണിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് കാണിച്ചതെന്ന് വിചാരിച്ചോ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ മനുഷ്യരോട് അടുത്ത് നിൽക്കുന്നത് ലൈവ് മോഡൽ ആയതുകൊണ്ട് ആ ഗ്രൂപ്പിലുള്ള കുട്ടികളെയാണ് അത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ പോലെയുള്ള ആൾക്കാരെ ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒരു മോഡലായിട്ട് കാണാനുള്ളൊരു പ്രവണത നമുക്കുണ്ട് എന്നാണ് ഈ മോഡൽസ് ഹു ആർ ലൈക്ക് അസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നോക്ക്, ഏജ് ആൻഡ് സെക്സ് ഓഫ് മോഡൽസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അതേ പ്രായമുള്ള ആൾക്കാർ കാണിക്കുമ്പോൾ അത് അതേപോലെ ചെയ്യാൻ നമുക്ക് ഒരു പ്രവണത ഉണ്ട്. നമ്മുടെ അതേ സെക്സിലുള്ള ആൾക്കാർ കാണിക്കുമ്പോൾ നമുക്ക് അതേപോലെ ചെയ്യാൻ ഒരു പ്രവണത ഉണ്ട്. അപ്പോ ഇത് അഡോളസൻസ്, യങ് അഡൾട്ട്സിലൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഈ എന്താ പറയാ ഫ്രണ്ട്സ് എങ്ങനെ മുടി വെട്ടുന്നു അതേപോലെ മുടി വെട്ടുന്ന അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട് ഇടുന്ന അതേ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരിക്കും. കാരണം ഏജ് ആൻഡ് സെക്സ് ഇൻഫ്ലുവൻസ് ചെയ്യാണ് അവരെ ഇമിറ്റേഷന് വേണ്ടിയിട്ട്. സോ നമ്മളോട് ഏറ്റവും സിമിലർ ആയിട്ട് നിൽക്കുന്ന ഏജ്, സെക്സ് പോലത്തെ വേരിയബിൾസ് ഒക്കെ ഇമിറ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കോളേജിൽ നമ്മുടെ പ്രായത്തിലുള്ള ഒരു വ്യക്തി അടികൂടാൻ പോകുമ്പോൾ നമുക്കും പുറകെ പോയിട്ട് തല്ലാൻ തോന്നും. ഇമിറ്റേഷൻ, നമ്മുടെ അതേ ഏജ് ആൻഡ് സെക്സ് ഉള്ള ആൾക്കാർ അടികൂടാണ്. നേരെ മറിച്ചൊരു വയസ്സായിട്ടുള്ള ആളാണ് കോളേജിൽ അടി ഉണ്ടാക്കുന്നതെങ്കിൽ ചെറുപ്പക്കാരെല്ലാരും പോയിട്ട് കൂട്ടത്തല്ലാവും ഇല്ല. ഇമിറ്റേഷനുള്ള സാധ്യത കൂടുന്നത് ഏജ് ആൻഡ് സെക്സ് സിമിലർ ആകുമ്പോഴാണ്. സ്റ്റാറ്റസ് ഓഫ് മോഡൽസ്, നമ്മുടെ ഈ പരസ്യത്തിൽ ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് ഞാൻ പോയിട്ട് പറഞ്ഞാൽ ആരെങ്കിലും ബൂസ്റ്റ് വാങ്ങി കുടിക്കും? ഇല്ല. പക്ഷെ വിരാട് കോഹ്ലി പറഞ്ഞാൽ അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ പറഞ്ഞാൽ എല്ലാവരും ബൂസ്റ്റ് വാങ്ങാനുള്ള സാധ്യത കൂടും അല്ലെ. വിരാട് കോഹ്ലി ബൂസ്റ്റ് കുടിക്കുന്നുണ്ട്, ഞാനും കുടിക്കാം. അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ ബൂസ്റ്റ് കുടിക്കുന്നുണ്ട്, ഞാൻ കുടിക്കാം. സോ എത്രത്തോളം പണക്കാരനാണ്, എത്രത്തോളം പ്രശസ്തിയുള്ള ആളാണ് കാണിക്കുന്നത് എന്നുള്ളൊരു ഫാക്ടറും കൂടി ഇമിറ്റേഷനെ സ്വാധീനിക്കുന്നുണ്ട്. ആള് എത്രത്തോളം ഹൈ പ്രസ്റ്റീജുള്ള അത്ലറ്റ്സ്, സെലിബ്രിറ്റീസ്, അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ എന്ത് കാണിക്കുന്നു അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ് സ്റ്റാറ്റസ് ഓഫ് മോഡൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് അല്ലെ. അത് വളരെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സംഭവമാണ്. ഒരുപാട് പൈസയോ അല്ലെങ്കിൽ എന്താ പറയുക പ്രശസ്തിയോ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉള്ള ആൾക്കാരെ നമ്മളൊരു മോഡലായിട്ട് കാണാനുള്ള സാധ്യത കൂടുതലാണ്. സോ അവരെന്ത് കാണിക്കുന്നു അത് അതേപോലെ ചെയ്യാൻ സാധാരണ ആൾക്കാർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഈ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നർത്ഥം വരുന്ന ഒരു വാക്ക്. സോ ഇപ്പൊ മോഡലിനെ അല്ലെങ്കിൽ ഏത് മോഡലിനെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം മോഡൽസ് ഹു ആർ ലൈക്ക് അസ്, നമ്മുടെ അതേ ഏജ് ആൻഡ് സെക്സ് ഉള്ള മോഡല്, നല്ല ഹൈ സ്റ്റാറ്റസ് ഉള്ള മോഡൽസിനൊക്കെയാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളത് കൂടി ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് ഈ തിയറിയിൽ പറയുന്നത് 1-2 പോയിന്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് ഒബ്സർവേഷണൽ ലേണിംഗ് എങ്ങനെയാണ് നടക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. 4 സ്റ്റെപ്പിലൂടെയാണ് ഒബ്സർവേഷൻ ലേണിംഗ് നടക്കുന്നത്. അറ്റൻഷൻ, റിട്ടൻഷൻ, ബിഹേവിയറൽ പ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. ഓക്കെ, അറ്റൻഷൻ, റിട്ടൻഷൻ, ബിഹേവിയറൽ പ്രൊഡക്ഷൻ ആൻഡ് മോട്ടിവേഷൻ. ഓക്കെ, ഓരോ സ്റ്റെപ്പിലൂടെ നമുക്ക് പോയോക്കാം. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫോക്കസിങ് ഓൺ ദ ബിഹേവിയർ. ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഈ കുട്ടി ഈ മാസ്റ്ററിന്റെ ബിഹേവിയർ ആണ് ഒബ്സർവ് ചെയ്യുന്നത്, അതാണ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈ കരാട്ടെ മാസ്റ്റർ ആണ് ഈ കുട്ടിയുടെ മോഡൽ. ഓക്കെ, അപ്പൊ ഈ മാസ്റ്റർ ആദ്യം കാണിച്ചു കൊടുക്കും, ഇങ്ങനെ കിക്ക് ചെയ്യണം, ശ്രദ്ധിച്ച് കാണൂ, ഇങ്ങനെ കിക്ക് ചെയ്യണം എന്ന് മാസ്റ്റർ ആദ്യം കാണിച്ചു കൊടുക്കും. അപ്പൊ കുട്ടി എന്താ അവിടെ ചെയ്യുന്നത്? അറ്റൻഷൻ ആണ്. കുട്ടി ആ മാസ്റ്റർ എന്താണ് കാണിക്കുന്നത് ആ ബിഹേവിയറിൽ കുട്ടി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു സ്റ്റേജിൽ ശ്രമിക്കുന്നത്. സോ ഒബ്സർവേഷൻ ലേണിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറ്റൻഷൻ ആണ്. മോഡൽ എന്താണോ കാണിക്കുന്നത് അത് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളൊരു പോയിന്റ്. സെക്കൻഡ് എന്താ വരുന്നത്? റിട്ടൻഷൻ. റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ, നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്തത് അപ്പൊ നമുക്ക് എന്താണോ കിട്ടിയത് ആ സാധനം നമ്മൾ നമ്മുടെ തലയിൽ സൂക്ഷിക്കണം, മനസ്സിൽ സൂക്ഷിക്കണം, മെന്റലി റെപ്രസെന്റ് ചെയ്യണം അല്ലെ. അപ്പൊ ഈ കുട്ടി മാസ്റ്റർ ഇങ്ങനെ കിക്ക് ചെയ്യുന്നത് കാണുന്നു, അത് ശ്രദ്ധിക്കുന്നു, മാസ്റ്റർ കിക്ക് ചെയ്ത ആ ഒരു സംഭവം ഇല്ലേ അത് ഈ കുട്ടി മനസ്സിൽ ഒരു ചിത്രം പോലെ ഇങ്ങനെ പ്ലേ ചെയ്യും, ഒരു വീഡിയോ ടേപ്പ് മനസ്സിൽ ഇങ്ങനെ പ്ലേ ചെയ്യുന്നത് പോലെ കുട്ടി മെന്റലി റെപ്രസെന്റ് ചെയ്തിട്ട് അത് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതിനെയാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. നടന്ന സംഭവത്തെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും കാണുന്നതിനെയാണ് റിട്ടൻഷൻ എന്ന് പറയുന്നത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിഹേവിയറൽ പ്രൊഡക്ഷൻ. ഈ കുട്ടി മാസ്റ്റർ ചെയ്യുന്നത് ശ്രദ്ധിച്ചു, ഓക്കെ, അത് മനസ്സിൽ ഇങ്ങനെ ഇട്ടോണ്ട് നടന്നു, അല്ലെങ്കിൽ മനസ്സിൽ ഇത് ഇങ്ങനെ റിവൈൻഡ് ചെയ്തു, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് കിക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ കുട്ടി അത് പ്രാക്ടീസ് ചെയ്യണം അല്ലെ. ബിഹേവിയറൽ പ്രൊഡക്ഷൻ, ആ ബിഹേവിയർ ആ കുട്ടി കാണിക്കണം. ആ കുട്ടി ചവിട്ടുകയാണെങ്കിൽ ആ കുട്ടി മാസ്റ്റർ കിക്ക് ചെയ്തതുപോലെ ചവിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, അതാണ് ബിഹേവിയറൽ പ്രൊഡക്ഷൻ എന്നുള്ള പോയിന്റിൽ വരുന്നത്. പ്രാക്ടീസ്, നമ്മൾ മനസ്സിൽ ഇട്ട സാധനം നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇനി ഫോർത്ത് സ്റ്റെപ്പ് പറയുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ആ കുട്ടിക്ക് പഠിക്കാൻ എന്തെങ്കിലും മോട്ടിവേഷൻ വേണം അല്ലെ. ആ മോട്ടിവേഷൻ ഇൻട്രിൻസിക്, ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്നതാകാം, എക്സ്ട്രിൻസിക്, പുറത്തുനിന്ന് കിട്ടുന്നതാകാം. ഇപ്പൊ ഈ കുട്ടിക്ക് കരാട്ടെ പഠിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അത് ടിവിയിലും ബ്രൂസ്ലിനെയും ജാക്കി ചാനൊക്കെ കണ്ടിട്ട് ഉണ്ടായ ഒരു ആഗ്രഹമാണ്. അപ്പൊ ആ കുട്ടിയുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ആണ്, ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇനി നേരെ മറിച്ച് ആ കുട്ടിക്ക് ഒരു ടൂർണമെന്റ് ഉണ്ട്, ആ ടൂർണമെന്റ് ജയിച്ച ആ കുട്ടി നാഷണൽ ചാമ്പ്യൻ ആവും, ഗോൾഡ് മെഡൽ കിട്ടും, ആ കുട്ടിക്ക് ഒരുപാട് പൈസ കിട്ടും, ജോലി കിട്ടും. ഇതെല്ലാം പുറത്തുനിന്ന് വരുന്ന മോട്ടിവേഷൻ ആണ്, എക്സ്ട്രിൻസിക് ആണ്. ഓക്കെ, ഇങ്ങനെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കൂടി ഉണ്ടെങ്കിൽ ലേണിംഗ് നടക്കൂ. താല്പര്യമില്ലാത്ത ആൾക്ക് എത്ര കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല, ഒബ്സർവേഷൻ ലേണിംഗ് നടക്കില്ല എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ബാൻഡർ പറയുന്നത്. അപ്പൊ ഈ 4 സാധനം ഒരുമിച്ച് വന്നാലേ എന്ത് വരുള്ളൂ? ഒബ്സർവേഷൻ ലേണിംഗ് വരുള്ളൂ. ഇതാണ് പ്രോസസ്സ്. ആദ്യം അറ്റൻഡ് ചെയ്യണം, പിന്നെ അത് റിട്ടൻഡ് ചെയ്യണം, പിന്നെ നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് കാണിക്കണം, ബിഹേവിയറലി പ്രൊഡ്യൂസ് ചെയ്യണം. അതുകൂടാതെ അത് ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ കൂടി വേണം. ഇതാണ് ഈ 4 പ്രോസസ് ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു, ഒബ്സർവേഷൻ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹം പേഴ്സണാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം 2 ടേംസും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ. ഈ ഒബ്സർവേഷൻ ലേണിംഗ് ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് സോഷ്യൽ ലേണിംഗ് തിയറി ആയിട്ട് മാറുന്നത് ഈ കൺസെപ്റ്റും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ്. സെൽഫ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള കൺസെപ്റ്റ്. ബിഹേവിയറിസ്റ്റുകളുടെ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കിട്ടുന്ന സംഭവങ്ങൾ മാത്രമായിരുന്നു അല്ലെ. പുറത്തുനിന്ന് ആരെങ്കിലും നമുക്ക് മിഠായി തരുന്നതും പുറത്തുനിന്ന് ആരെങ്കിലും നമുക്ക് ഷോക്ക് തരുന്നതും അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളായിരുന്നു. സെൽഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ് അധിക ആൾക്കാരും ചെയ്യുന്നത് എന്നാണ് ബാൻഡർ പറഞ്ഞത്. അതായത് അഡ്മിനിസ്ട്രിങ് റിവാർഡ്സ് ഫോർ പണിഷ്മെന്റ് ടു വൺ സെൽഫ് ഫോർ മീറ്റിംഗ്
എക്സീഡിങ് ഓർ ഫോളിങ് ഷോർട്ട് ഓഫ് വൺസ് ഓൺ എക്സ്പെക്ടേഷൻസ് ഓർ സ്റ്റാൻഡേർഡ്സ്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പരീക്ഷ ജയിച്ചു, നിങ്ങൾ ഹാപ്പിയായി, നിങ്ങൾ പോയിട്ട് ബിരിയാണി വാങ്ങിയിട്ട് കഴിക്കുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ട്രീറ്റ് ചെയ്യാണ്. ആ രീതിയിൽ സെൽഫ് റീഇൻഫോഴ്സ്മെന്റിലൂടെ ആളുകൾ അവരുടെ പ്രവൃത്തികളെ റീഇൻഫോഴ്സ് ചെയ്യും. പണിഷ്മെന്റ്, നിങ്ങളൊരു പരീക്ഷ തോറ്റു, അപ്പൊ നിങ്ങൾ ഒരാഴ്ച ഇനി ഞാൻ മൊബൈൽ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കുകയാണ്. അത് നിങ്ങൾ നിങ്ങളെ തന്നെ പണിഷ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ ഉചിതമായ രീതിയിലാണോ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം റിവാർഡുകളും പണിഷ്മെന്റുകളും അഡ്മിനിസ്റ്റർ ചെയ്യും എന്നുള്ള കൺസെപ്റ്റാണ് സെൽഫ് റീഇൻഫോഴ്സ്മെന്റിൽ വരുന്നത്. ഇതാണ് അധികം ആൾക്കാരും ബിഹേവ് ചെയ്യുന്ന രീതി. അല്ലാതെ പുറത്തുനിന്ന് ഒരു സാധനം ഇങ്ങനെ വേറൊരാൾ വാങ്ങിത്തരാൻ വേണ്ടിയിട്ടോ വേറൊരാൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ ഇങ്ങനെ ശ്രമിക്കുന്നതല്ല റീഇൻഫോഴ്സ്മെന്റ്. സെൽഫ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ലോകത്തധികം നടക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു ബാൻഡോറയ്ക്ക് ഉണ്ടായിരുന്നത്. സെക്കൻഡ് വൺ, സെൽഫ് എഫിക്കസി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ്. ഈ ലോക്കസ് ഓഫ് കൺട്രോളിന്റെ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആയിട്ട് നല്ല ബന്ധമുള്ള സാധനമാണ് സെൽഫ് എഫിക്കസി, അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് സെൽഫ് എഫിക്കസി. അവർ ഫീലിംഗ് ഓഫ് അഡിക്വസി, എഫിഷ്യൻസി ആൻഡ് കമ്പീറ്റൻസ് ഇൻ കോപ്പിംഗ് വിത്ത് ലൈഫ്, അതിനെയാണ് സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു ടാസ്ക് തരുന്നു, ആ ടാസ്ക് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങളുടേതായിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടാവില്ലേ? ആ വിശ്വാസം, ബിലീവിങ് ഇൻ യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുന്നതിനെയാണ് ബാൻഡുറ സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പരീക്ഷ എഴുതാൻ പോവുകയാണെങ്കിൽ സെൽഫ് എഫിക്കസി ഹൈ ഉള്ള ആളെ എങ്ങനെ ചിന്തിക്കും? ഈ പരീക്ഷ എനിക്ക് എഴുതി ജയിക്കാൻ പറ്റും, അതിനുള്ള സ്കില്ല് എനിക്കുണ്ട് എന്ന് വിശ്വസിക്കും. സെൽഫ് എഫിക്കസി ലോ ഉള്ള ആള് ഈ പരീക്ഷ എനിക്ക് എഴുതാൻ പറ്റുമോ, എനിക്ക് ഈ കണക്ക് ചെയ്യുമ്പോൾ അത് തെറ്റാനുള്ള സാധ്യത ഇല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കും, ഡൗട്ട്ഫുൾ ആയിട്ട് ചിന്തിക്കും. അപ്പൊ സെൽഫ് എഫിക്കസി കൂടും തോറും നിങ്ങളുടെ പെർഫോമൻസ് കൂടും, സെൽഫ് എഫിക്കസി കുറയും തോറും നിങ്ങളുടെ പെർഫോമൻസ് കുറയും. നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസത്തെയാണ് സെൽഫ് എഫിക്കസി എന്ന് ബാൻഡുറ വിളിച്ചത്. അപ്പോ സ്വാഭാവികമായിട്ടും അതിനോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം വരും, സെൽഫ് എഫിക്കസിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം വരും. നമ്മളിപ്പോ എക്സ്റ്റേണൽ നിന്ന് ഇന്റേണലിലേക്ക് പോകുന്ന ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞതുപോലെ സെൽഫ് എഫിക്കസിനെ എന്തൊക്കെയാണ് ബാധിക്കുന്നത് എന്നുള്ള ചോദ്യം. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്, ഒന്ന് പെർഫോമൻസ് അറ്റൈൻമെന്റ്, അതായത് പ്രയർ അച്ചീവ്മെന്റ്സ്, മുമ്പ് നിങ്ങൾക്ക് അതേ മേഖലയിൽ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് എഫിക്കസി കൂടാനാണ് സാധ്യത. മുമ്പ് 4 കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങൾ എഴുതി പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ്, 5ാമതൊരു എക്സാം നിങ്ങൾ പുല്ല് പോലെ പോയി എഴുതും, കാരണം നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സെൽഫ് എഫിക്കസി കൂടുതലായിരിക്കും. നിങ്ങൾ 3 ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ഓട്ടക്കാരനാണ്, അപ്പൊ അടുത്ത ഒളിമ്പിക്സിൽ നിങ്ങൾക്ക് ഓടാൻ പോകുമ്പോൾ അത്ര ടെൻഷനൊന്നും ഉണ്ടാവില്ല, കാരണം നിങ്ങളുടെ സെൽഫ് എഫിക്കസി ഹൈ ആയിരിക്കും, നിങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് പ്രയർ അച്ചീവ്മെന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ മുൻപ് നിങ്ങളൊരു സാധനം അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, സിമിലർ ആയിട്ടുള്ളൊരു സാധനം അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ മേഖലയിൽ നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് സക്സീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ പ്രൂഫാണ് അത്. ആ ഒരു പ്രൂഫ് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തുന്നത് എന്നുള്ളൊരു അഭിപ്രായമാണ് ഈ പെർഫോമൻസ് അറ്റൈൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രയർ അച്ചീവ്മെന്റ്സ്, സിമിലർ ആയിട്ടുള്ള ഫീൽഡിൽ നിങ്ങൾക്ക് അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് എഫിക്കസി കൂടുതലായിരിക്കും എന്നുള്ള ഒരു ആശയം. ഇനി വൈക്കേരിയസ് എക്സ്പീരിയൻസസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഇത് മാത്രമല്ല, നിങ്ങൾ പ്രീവിയസ് എക്സ്പീരിയൻസസ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ. ഇപ്പോ ഞാൻ പണ്ട് കിക്ക് ബോക്സിങ്ങിന്റെ മത്സരത്തിന് പോയിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിലാണ് സ്റ്റേജിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എന്റെ സെൽഫ് എഫിക്കസി നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിരുന്നു, സംശയാസ്പദമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ആ ഒരവസ്ഥയിൽ എനിക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വൈക്കേരിയസ് എക്സ്പീരിയൻസസിനെയാണ് റിയലൈസ് ചെയ്തത്. അതായത് ഞാൻ മുഹമ്മദ് അലിയുടെയും അല്ലെങ്കിൽ മറ്റ് ബോക്സേഴ്സിന്റെ ഒക്കെ വീഡിയോ യൂട്യൂബിൽ ഇങ്ങനെ ഇരുന്ന് കാണുന്നു. അപ്പൊ അവര് ബോക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു, അതിൽ നിന്ന് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ആ രീതിയിലും നിങ്ങൾക്ക് സെൽഫ് എഫിക്കസി കൂട്ടാം എന്നുള്ളൊരു അഭിപ്രായമാണ് ബാൻഡുറ പറഞ്ഞത്. അപ്പൊ ഏറ്റവും കൂടുതൽ സെൽഫ് എഫിക്കസിനെ ബാധിക്കുന്നത് പ്രയർ അച്ചീവ്മെന്റ്സ് ആണ്. മുമ്പ് നിങ്ങൾക്ക് സക്സസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ്, ബിലീഫ് ഒക്കെ കൂടുതലായിരിക്കും. അതില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതേ ഫീൽഡിൽ ജയിച്ചിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് കാണുക, അവരെന്താണ് ചെയ്തതെന്ന് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് സെൽഫ് എഫിക്കസിനെ ബാധിക്കുന്നതാണ്. അവിടെ നടക്കുന്ന ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത് സെൽഫ് എഫിക്കസിനെ കൂട്ടാൻ സഹായിക്കുന്ന ഒരു സാധനമാണ്. ഇനി തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്, വെർബൽ പെർsuasion. വെർബൽ പെർsuasion എന്ന് പറഞ്ഞാൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ചെയ്യുന്ന സംഭവം. ഒരു മോട്ടിവേഷണൽ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉസൈൻ ബോൾട്ടിനെ വരെ ഓടി തോൽപ്പിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവും ചില സമയത്ത്, ഇല്ലേ? അതെന്തുകൊണ്ടാ? അവര് നിങ്ങളെ വെർബലി പെർsuade ചെയ്യുക. നമ്മള് എന്താ പറയാ, വേൾഡ് കപ്പ് മാച്ച് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ പ്ലേയേഴ്സ് എല്ലാവരും കൂടി ഇങ്ങനെ കൂടി വന്നിട്ട് കോച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് അവരിങ്ങനെ ഊർജ്ജം കയറ്റി കൊടുക്കും.
കോച്ച് എന്താ അവിടെ ചെയ്യുന്നത്? കോച്ച് പ്ലേയേഴ്സിന്റെ സെൽഫ് എഫിക്കസി, ആ ഒരു വിശ്വാസം കൂട്ടുകയാണ്. എങ്ങനെ? വെർബൽ പെർസുവേഷനിലൂടെ, വാക്കുകളിലൂടെ അവരുടെ അച്ചീവ്മെന്റ്സുകൾ, അവരുടെ കഴിവുകൾ, അവരുടെ എന്താ പറയുക അഡ്വാൻറ്റേജസ് ഒക്കെ ഇങ്ങനെ ഓർമ്മിപ്പിച്ചിട്ട് അവരെ കൊണ്ട് പറ്റും എന്നിങ്ങനെ പറയുകയാണ്. ആ രീതിയിൽ നിങ്ങൾക്ക് വെർബൽ പെർസുവേഷൻ അല്ലെ സെൽഫ് എഫിക്കസി കൂട്ടാൻ പറ്റും. ഈ വെർബൽ പെർസുവേഷൻ ഒന്നില്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാളുടെ കിട്ടുക, അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ ചെയ്യുന്ന എന്താ? സെൽഫ് ടോക്ക്. എന്നെ കൊണ്ട് പറ്റും, ഈ എക്സാം എന്നെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഞാൻ കോൺഫിഡന്റ് ആണ് എന്ന് പറഞ്ഞിട്ട് സെൽഫ് എഫിക്കസി കൂട്ടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ തേർഡ് മെത്തേഡ് സെൽഫ് എഫിക്കസി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വെർബൽ പെർസുവേഷനിലൂടെയാണ്. നിരന്തരമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വഴി. ഓക്കെ. ഇനി നാലാമത്തത് എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ആൻഡ് ഇമോഷണൽ അറോസൽ. ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് നെഗറ്റീവ്ലി ബാധിക്കുന്നതാണ്. ടെൻഷൻ, ആങ്സൈറ്റി, അല്ലെങ്കിൽ എന്താ പറയാ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരികയാണ്, സ്ട്രെസ് ഇതൊക്കെ വരികയാണ്. അപ്പൊ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഫിസിയോളജിക്കൽ ആൻഡ് ഇമോഷണൽ അറോസൽ കൂടുകയാണെങ്കിൽ സെൽഫ് എഫിക്കസി കുറയും. അതാണ് ഇവിടെ പ്രശ്നം. മറ്റേതിലൊക്കെ നമ്മൾ പെർഫോമൻസ് അറ്റൈൻമെന്റ് കൂടുമ്പോൾ സെൽഫ് എഫിക്കസി കൂടുന്നു പറയും, വൈക്കാരിയസ് എക്സ്പീരിയൻസ് കൂടുമ്പോൾ സെൽഫ് എഫിക്കസി കൂടിയെന്ന് പറഞ്ഞു, വെർബൽ പെർസുവേഷൻ കൂടുതൽ കിട്ടുമ്പോൾ സെൽഫ് എഫിക്കസി കൂടുമെന്ന് പറഞ്ഞു. ഇവിടെ ഫിസിയോളജിക്കൽ ആൻഡ് ഇമോഷണൽ അറോസൽ കൂടുമ്പോൾ നിങ്ങൾക്ക് എന്ത് കുറയാണ് ചെയ്യുന്നത്? സെൽഫ് എഫിക്കസി കുറയാണ് ചെയ്യുന്നത്. ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ കൂടുതൽ നിങ്ങളെ ബാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് കുറയാനാണ് സാധ്യത വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം കുറയാനാണ് സാധ്യത വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഫിസിയോളജിക്കൽ ആൻഡ് ഇമോഷണൽ അറോസലിനെ കൺട്രോൾ ചെയ്യണം. സെൽഫ് എഫിക്കസി നല്ല രീതിയിൽ വിശ്വാസം കൊണ്ടുപോകണമെങ്കിൽ കാം, റീസണബിൾ, എന്താ പറയുക റിലാക്സ് ആയിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റണം. ടെൻഷനായിട്ട് അധികമായിട്ട് എക്സാമിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തരുത് എന്ന്. അപ്പൊ സെൽഫ് എഫിക്കസിനെ ബാധിക്കുന്ന 4 പോയിന്റ്സ് ഇതൊക്കെയാണെന്നുള്ളതും കൂടി ഓർത്ത് വയ്ക്കാം. ഓക്കെ. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പേഴ്സണൽ കൺസ്ട്രക്ട്സ് ആർ എന്താണ്? ഇൻഹെറിറ്റഡ് ട്രൈറ്റ്സ് ആണോ, അൺകോൺഷ്യസ് ഡിസയേഴ്സ് ആണോ, കോഗ്നിറ്റീവ് ടൂൾസ് ടു ഇന്റർപ്രറ്റ് ദ വേൾഡ് ആണോ, ഫിക്സ്ഡ് ആൻഡ് അൺചേഞ്ചിങ് ആണോ? കെല്ലിയുടെ പേഴ്സണൽ കൺസ്ട്രക്ട് എന്താണ് എന്നാണ് ചോദ്യം. അറിയില്ല. ഓപ്ഷൻ സി. യെസ്, കോഗ്നിറ്റീവ് ടൂൾസ് യൂസ്ഡ് ടു ഇന്റർപ്രറ്റ് ദ വേൾഡ്. സി തന്നെയാണ് ഉത്തരം വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ശാസ്ത്രജ്ഞൻ എങ്ങനെയാണ് ഒരു ഹൈപ്പോത്തസിസ് അയാളുടെ അനുഭവത്തിൽ ടെസ്റ്റ് ചെയ്യുന്നത്, അതേപോലെയാണ് ഒരു വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ പേഴ്സണൽ കൺസ്ട്രക്റ്റുകൾ ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അത് മൈൻഡിലുള്ള ഒരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ട് തന്നെയാണ്. ഇൻഡിവിജ്വൽസ് വിത്ത് ആൻ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ബിലീവ്. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള ആൾക്കാർ എന്തിലായിരിക്കും വിശ്വസിക്കാൻ സാധ്യത? ഓപ്ഷൻ സി. യെസ്, ദേ ആർ പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ഔട്ട്കംസ് എന്നുള്ളതായിരിക്കും വിശ്വസിക്കാൻ സാധ്യത. കൺട്രോൾ കുറവാണെന്നോ, ഫേറ്റിലാണെന്നോ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലാണെന്നോ ആയിരിക്കില്ല വിശ്വസിക്കുന്നത്. റീഇൻഫോഴ്സ്മെന്റ് വാല്യൂ റെഫേഴ്സ് ടു. നമ്മുടെ ഇക്വേഷനിൽ പറഞ്ഞ റീഇൻഫോഴ്സ്മെന്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി. ഡിസൈറബിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ഔട്ട്കം ആണോ? നോക്കാം. യെസ്, ഡിസൈറബിലിറ്റി ഓഫ് എ പെർട്ടിക്കുലർ ഔട്ട്കം. ഔട്ട്കം കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചിന്തേനെയാണ് എക്സ്പെക്റ്റൻസി എന്ന് വിളിച്ചത്. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം ഡിസൈറബിൾ ആണ്, എത്രത്തോളം അത് എനിക്ക് വേണം, എത്രത്തോളം വാല്യുബിൾ ആണെന്നുള്ളത് വാക്കിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് വാല്യൂ കൊണ്ട് ഉദ്ദേശിച്ചത്. സോ കറക്റ്റ് ഉത്തരം വരുന്നത് ഡിസൈറബിലിറ്റി ഓഫ് പെർട്ടിക്കുലർ ഔട്ട്കം ആണ്. ഇൻഡിവിജ്വൽസ് വിത്ത് ആൻ എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ആർ മോർ ലൈക്ലി ടു. എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തി എന്താണ് ചെയ്യാൻ സാധ്യത? ഓപ്ഷൻ സി. സി തന്നെയാണ് ഓപ്ഷൻ വരുന്നത്. യെസ്, ലേൺഡ് ഹെൽപ്പ്. നമ്മൾ ആ നായയുടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതുപോലെ തന്നെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയുന്ന ഫിനോമിനൻ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുള്ളത് എക്സ്റ്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ ഉള്ള വ്യക്തികളായിരിക്കും. സെൽഫ് എഫിക്കസി ഈസ് പ്രൈമർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ജനറ്റിക്സ്, പാസ്റ്റ് എക്സ്പീരിയൻസസ്, അൺകോൺഷ്യസ് ഡിസയേഴ്സ്, ഓൾ ഓഫ് ദ അബവ്. ഓപ്ഷൻ ബി. എക്സ്പീരിയൻസ് ഡി. ഓൾ ഓഫ് ദ എബോവ്. ഓൾ ഓഫ് ദ എബോവ് ആണ്. അൺകോൺഷ്യസ് ഡിസയേഴ്സിനെ കുറിച്ചിട്ട് നമ്മുടെ വാൻഡർ സംസാരിച്ചിട്ടുണ്ടോ? സെൽഫ് എഫിക്കസിനെ ബാധിക്കുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി. യെസ്, ബി ആണ് വരുന്നത്. സെൽഫ് എഫിക്കസിനെ ബാധിക്കുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാസ്റ്റ് അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസസ്, വൈക്കേരിയസ് എക്സ്പീരിയൻസസ്, പിന്നെന്താ ഈ ഫിസിയോളജിക്കൽ അറോസൽ പറഞ്ഞു,
പിന്നെന്തായിരുന്നു പറഞ്ഞ മറന്നുപോയി. വെർബൽ വെർബൽ പെർസുവേഷനും പറഞ്ഞു. അതില് അൺകോൺഷ്യസ് ഡിസൈസിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ, അപ്പോൾ ഓൾ ഓഫ് ദ എബോവ് വരില്ല. ഓക്കെ, ജനറ്റിക്സിലാണ് എല്ലാം ഡിപ്പെൻഡന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. എന്താ ഈ സെൽഫ് എഫിഷ്യൻസി ഇതിന്റെ ചോദ്യം ഉണ്ടല്ലോ, ഓദറിനെ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ബി പറഞ്ഞേനെ തോന്നുന്നുണ്ട് എല്ലാവരും. ഏതിനെ കുറിച്ച്? ഈ ഓദർ അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ട് ഇന്ന ആളെന്ന് കറക്റ്റ് ബി പറഞ്ഞേനെ തോന്നുന്നു. അക്കോർഡിംഗ് ടു ആൽബർട്ട് ബാൻഡർ ആണ് ഇട്ടിരുന്നെങ്കിൽ ഓക്കെ, അങ്ങനെ ആവാനും സാധ്യതയുണ്ട്. സോ ഈ ഓൾ ഓഫ് ദ എബോവ് ഞാൻ കൺഫ്യൂസിങ് ആവാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഇട്ടതാണ്. ആരെങ്കിലും പറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കൺസെപ്റ്റ് ചിന്തിക്കുക, അവരുടെ പെർസ്പെക്റ്റീവ് ഏതായിരുന്നു എന്ന് ചിന്തിക്കുക. ഓക്കെ, എന്നിട്ട് ഉത്തരം പറയാൻ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. പാസ്റ്റ് എക്സ്പീരിയൻസസ് തന്നെയാണ് അവിടെ ഉത്തരം വരുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അടുത്ത ക്ലാസ് കാണാം.